സമാധാനമായല്ലോ. വാ ഇങ്ങോട്ട് വാടാ. ഹായ് സുകന്യ. ഗുഡ് മോർണിംഗ്. Hi. You're late as usual, huh? സോറി കാരണം. Let's go. പ്ലീസ് ട്രൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ്. Hey, listen. എന്താടാ എന്തുപറ്റി? Jeevan? വൺ സെക്കൻഡ്. Jeevan? ഒരു കുഴപ്പമുണ്ടായിരുന്നല്ലോ കാലിന്. എന്താണ്? ഇപ്പൊ ശരിയായി. എന്നെ മറന്നല്ലേ? നിന്റെ നമ്പർ ഉണ്ടല്ലോ ശരിയാക്കി തരടാ. നീ കാരണം അവളെ എന്നു തന്നെ. മോർണിംഗ് സർ. മോർണിംഗ്. ഹായ് ഗുഡ് മോർണിംഗ്. എടാ അവളെ നിനക്ക് കിട്ടാൻ പോകുന്നില്ല, നോക്കിക്കോ. I have to jump from here. Oh, yeah. What? No, I don't have any. Yeah. More deadlines. Pressure. Then I'm leaving. Me too. What? Quitting? No way, yaar. You're on. What's up? Hi. Hi guys. Where's the problem? Hello. Oh yeah. Hi. Hi. What's your plan? Oh. You look damn sexy today. Oh really? Dinner tonight? On me. Please. Sorry yaar, sorry. Actually it's not my mistake yaar. ഇവൻ തള്ളിട്ടാണ് കൊരങ്ങൻ. Okay. Just move over, man. Continue. What can I do? Let's play. Digital Think invites you. The Big Bang Party at the Blue Diamond Loo, 7 p.m. Party! evening. Oh, the Welcome usual you all. ploy again. जश्ने जवानी है, मौजे दीवानी है, बस चंद लम्हों की सारी कहानी है। दिल ये तुझसे कहता है, पर ये फिर से न जाने आए ना आए। आजा 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 बे आजा सजना, आजा Good evening, आजा Granny. मेरे आजा 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 बे आजा सजना, आज ले जी भर के जी। It's one life, it's one time, let's party, that's your rhyme time. You got, don't ever let it go. You got this one chance, come closer and let's dance, babe. You keep me coming back for more. People all around me, all you people on the floor. Let's move it, shake it, feel the rhythm in your body flow. Let's move it, let's groove it. Let's shake it, let's beat it, feel the rhythm in your body flow. रोशन है महफिल, दीवाने हैं दिल, जर्रे जर्रे पे जैसे जादू सा छाए।
जैसे अंबर के सारे तारे घर आए सब है अनजाने कोई ना जाने आने वाला कल कैसे मौसम ले आए इसी घड़ी इन लम्हों से चुरा के पल कोई तुझे ले इसी के नशे में खुशी में बुला के दुनिया सारी जश्न जवानी है मौजे दीवानी है बस चंद लम्हों की सारी कहानी है दिल ये तुझसे कहता है पर ये फिर से ना जाने आए ना आए आजा 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 सजना आजा 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 मेरे को आजा 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 वे आजा सजना आजी ले जी भर जी को സോറി സർ आजा आजा സോറി ഹീസ് എ ബിഗ് മാൻ आजा 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 मेरे को മടുത്തടാ ഇവനെ കൊണ്ട് ഞാൻ മടങ്ങാതെ ആ നിനക്കെല്ലാം മടുക്കും നടക്കും Such a terrible, boring life. ഇനി അങ്ങ് കള്ളു കുടിച്ചോണ്ടല്ലോ ഞാൻ Target. പിന്നെ ഒടുക്കത്തെ എന്റെ പ്ലാൻ എല്ലാം പൊളിച്ചവൻ എടാ, നടക്കടാ അവന്റെ ഒരു കള്ളുകൂടിയും ഫിലോസഫിയും കേറാൻ വേണ്ടി बात को समझ കേറ് വണ്ടിയിൽ यार. अच्छा ठीक है. എന്നെ സഹിക്കുന്ന എന്നെ വേണം പറയാൻ ഏയ്. എടാ, നീ വിചാരിക്കുന്നത് ഞാൻ ഫിറ്റാന്ന ആ, താ, അത് fit ഞാൻ അല്ലേ? വണ്ടി ഓടിക്കാം. ഇരിക്കടാ അവിടെ. നീ വണ്ടി ഒന്നും ഓടിക്കുന്നില്ല ഈ സെൽഫ് ഡിസ്ട്രക്ഷൻ ഉണ്ടല്ലോ ഒപ്പം അവസാനം ആരും ഉണ്ടാവില്ല കേട്ടാ അല്ലടാ the same monotonous routine. മതിയാടാ ജോലി. We are being cheated, man. Break. We need a break. Exactly. എടാ സുകന്യയുടെ നിന്റെ ഇടയ്ക്ക് ഞാനൊരു കബാബ് ക ഹഡ്ഡിയാണോ എടാ ഇത്തിരി മനസമാധാനം എന്താ പ്ലീസ് തടസ്സമാണോ ഒന്ന് ദൈവമേ ഏ? ആ. നീ അങ്ങനെ ഒഴിഞ്ഞു മാറാനൊന്നും നോക്കണ്ട ആ. എടാ, Tell me, boss. ഞാൻ നിനക്കൊരു ബേർഡൻ ആയല്ലേ ഞാൻ പോക്കോളാം എന്നാ പോടാ. ഞാനാര്? ഞാൻ വെറൊരു നിതിൻ നീ പറഞ്ഞാ ഞാൻ പോവാം ഒരു ആബ്സല്യൂട്ട് ഓർപ്പണ് ഓ വേണ്ട ഞാൻ പോയേക്കാം അതാ നല്ലത് എടാ ഈ കടല് പോലെ തുറന്നതായിരിക്കണം ജീവിതം ദാറ്റ്സ് മൈ ലൈഫ് തിരമാലകൾ വരും പോവും either you can join me or അല്ലാതെ ഒരുമാതിരി I know you will take care of me. നീ എന്നെ നോക്കിക്കോളൂ എനിക്കറിയാം. I am your good friend. അയ്യോ ജീവ നീ എന്നെ കൊന്നേനെ. Right around the world. നിന്റെ പെപ്പ വിളിക്കുന്നു പറഞ്ഞല്ലോ ഒക്കൂറാ പപ്പയ്ക്ക് അവിടെ വേറൊരു കമ്പനി ഉണ്ടെങ്കിലോ ഞാൻ എന്റെ വിഷമങ്ങൾ ആരോട് പറയാനാ ഞാൻ നിന്റെ പരിപാടിയൊക്കെ കൊളാക്കിയല്ലേ ഒന്ന് നിർത്തടാ ഓ എടാ ഞാൻ ഗുജറാത്തിലൊന്ന് കരഞ്ഞോട്ടെ എനിക്ക് ജീവിതം പാടുത്തു ഞാൻ മരിക്കും എനിക്ക് ആരാ ഉള്ളത് നമ്പർ അല്ലേ അല്ലെങ്കിൽ നീ അവളുടെ ഒപ്പം പോയില്ലായിരുന്നോ ഒരു കാര്യം ചെയ്യ ഫോണിങ്ങതാ നിന്റെ സുകന്യയോട് എനിക്കൊന്ന് സംസാരിക്കണം സോറി പറയണം വേണ്ട പ്ലീസ് ഫോണൊന്ന് താ ഐ വാണ്ട് ടു അപ്പോളജൈസ് മാൻ ബീച്ചിൽ തന്നെ കളഞ്ഞിട്ട് പോന്നാ മതി ഞാൻ പറയുന്നൊന്ന് കേക്ക് നീ मेरी बात को तो समझ यार तू शिट മലയാളി അച്ഛൻ ഗുജറാത്തി അമ്മ ഒരു ബുദ്ധിജീവി ഒരു കലാകാരി ഇപ്പൊ എന്നെ വേണമെന്ന് വല്ല കാര്യമുണ്ടോ ആർക്കാ നിന്നെ വേണ്ടേ എടാ ആർക്കാടാ എന്നെ വേണ്ടാത്തത് നീ പറ നിനക്ക് വേണ്ടേ എന്നെ പിന്നെ അവൾ എനിക്കറിയാം അവള് വിടില്ല ദ റിയൽ ഗേൾ സുകന്യ നീ ടെൻഷൻ അടിക്കണ്ട ഐ വിൽ മാനേജ് ജസ്റ്റ് ട്രൈ ടു സ്ലീപ്പ് ഓക്കേ പ്ലീസ് എടാ പറയടാ രാത്രി ഇനിയും ബാക്കിയുണ്ട് നിന്നെ വേണോ Totally helpless. വേണ്ടെന്ന് പറയല്ലേ മോനെ ജീവ നിന്റെ അച്ഛനോട് എന്ത് പറയും മൈ ഡിയർ ഡാഡ് യു ആർ ടു ലേറ്റ് കഷ്ടം സൂ കർവാനോ ഛേ അവന്റെ ഒടുക്കത്തെ ഗുജറാത്തി
કાય કરવાનું નથી. ഒന്ന് ഉറങ്ങാൻ നോക്കടാ. ഓ ഞാൻ പറയുന്നൊന്ന് കേക്ക് സുകന്യ. റേഞ്ച് ഉണ്ടായിരുന്നില്ല, ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഐ വോണ്ട് റിപ്പീറ്റ് ഇറ്റ് അഗൈൻ. ഹലോ ഹലോ. ഇങ്ങനെ കേണും വെക്കിയതിട്ടൊക്കെ വേണോ എന്റെ മോനെ? നിനക്ക് ഞാൻ കണ്ടുപിടിച്ചു തരാടാ നല്ലൊരു പെണ്ണിനെ. ട്രസ്റ്റ് മീ. നന്നായിരിക്കും. പേപ്പർ വന്നോ? വാ, what a beautiful sight. First thing in the morning. എൻ്റെ ബ്രിട്നി ഉമ്മ. ന്യൂസ് ഹെഡ്ലൈൻസ്. ചിലയിടത്ത് വെടിപൊട്ടുന്നു, ചിലയിടത്ത് ഫ്ലഡ്സ്, ചിലയിടത്ത് മിലിറ്ററി ആക്ഷൻ, പിന്നെ ഇവിടെ വെച്ചത് ഇവിടെ മൊബൈൽ അടിക്കുന്നു. ഓ അവന്റെ क्या कर रहा है? ഇന്ത്യയുടെ അടിയിലാണ് എന്താണ് കാണിക്കുന്നത്? ഹലോ क्या सुबह सुबह में हाथ डाल रहा है? തുറന്നല്ലോ രാവിലെ തന്നെ. അല്ല അതിപ്പോ ഇവിടെ വർക്കുണ്ട്. വീട്ടിൽ നിന്നാ? അമ്മയാണല്ലേ? ആ പിടികിട്ടി. അല്ല ഇത്ര പെട്ടെന്ന് ഇവിടുന്ന് അങ്ങോട്ട് ചിലത് പറയാനുണ്ട്. ആ സർപ്പം പാട്ട് അത് കേട്ടു. സർപ്പം അല്ല സ്നേക്ക്. ആ അമ്മ തന്നെ അല്ലേ? അല്ല ഇവിടെ നീ ഇന്നലെ വീശിന്ന് പറ, ഫിറ്റായിരുന്നു പറ. ആമാ നിതിൻ തന്നെ. ആ ആ കേട്ടു കേട്ടു. ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വിളിക്കാം. ആ Come on. നാട്ടിലേക്ക് ചെല്ലാൻ അമ്മ പറഞ്ഞു അല്ലേ? അവസാനത്തെ സർപ്പം പാട്ടാണത്ര. സർപ്പം പാട്ട് മാത്രമല്ലല്ലോ, വേറെ എന്തോ ഉണ്ട്. നിന്റെ ഈ മുഖം കണ്ട അറിയാവല്ലോടാ. പല്ല് കേക്കടാ. എടാ സർപ്പം, പെണ്ണ്, കല്യാണം ഇതൊക്കെ ഒരു കോമ്പിനേഷൻ അല്ലേ? എന്തിന്റെ? എടാ ഒളിക്കാൻ നോക്കണ്ട. അതെ, പെണ്ണ് നാട്ടിലാണ്. അധികം സമയം കളയണ്ട. So, how was the party yesterday? You know Mr. Vijay? നമ്മുടെ ഒരു ക്ലയന്റാ, ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. സുകന്യ പറഞ്ഞില്ലേ ഈ പ്രോജക്റ്റ് കഴിഞ്ഞാൽ who knows, തന്നെ ഒന്നും പിന്നെ പിടിച്ചാ കിട്ടില്ല. That's what I told you. പക്ഷേ ഇപ്പൊ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സാർ. നോ ഹറി യാർ, 2 ദിവസം ബ്രേക്ക് എടുത്ത് ചെയ്താൽ മതി. Let me see, 14th Tuesday തുടങ്ങാം. How about that? ഈ പ്രോജക്റ്റ് ചെയ്യണം. ഇമ്മൻസ് പ്രോസ്പെക്ട്സ് ആണ്. നിതിൻ പലതും പറയും. ഹീസ് ക്രേസി. Is he? No. നിതിൻ കൂടെ വരും, ഞാൻ പറയാം അയാളോട്. See, നിതിൻ ഇല്ലെങ്കിലും യു ആൻഡ് സുകന്യ ഈ വർക്ക് ചെയ്യാം. അത് ശരിയാവില്ല സാർ. വിത്തൗട്ട് നിതിൻ ഐ കാൻ. മോർണിംഗ് നിതിൻ. ഹായ്. അല്ല ജീവൻ പറഞ്ഞില്ലേ ഞങ്ങളൊരു ബ്രേക്ക് എടുക്കുവാണെന്ന്? Really? ഇല്ലടാ. മതി, അതന്നെ ഞാനും പറഞ്ഞത്. Just relax. In fact, you need a short break. Short break? Yeah. No way. We need a long break. ഒരു നീണ്ട വെക്കേഷൻ. Isn't it? Sir, can I? Of course. പോട്ടടാ. പ്രോജക്റ്റിന്റെ കാര്യങ്ങൾ നന്നായി ആലോചിച്ചിട്ടാണോ നിതിൻ പറയുന്നത്? ആണോ ജീവൻ? ആക്ച്വലി ജീവൻ ആലോചിക്കും, ഞാൻ തീരുമാനിക്കും. We will take a break. Okay. ചൽ റേ, ചൽ. നിതിൻ, Okay. what's the Bye problem? sir. അയാളുടെ ഒരു പ്രോജക്റ്റ് മണ്ണങ്ങട്ടെ. It's a fabulous project. Don't leave it. Try to understand. ജീവൻ, നിതിന്റെ ജീവിതത്തിൽ ഒരു ഡയറക്ഷൻ ഇല്ല. ഒട്ടും അംബീഷ്യസ് അല്ല. ഈ അവസരങ്ങൾ നന്നായി ഉപയോഗിക്കണം. നമുക്ക് ഈ പ്രോജക്റ്റ് ആണ് പ്രധാനം. ഇത് കംപ്ലീറ്റ് ചെയ്താൽ വലിയൊരു പ്രോജക്റ്റ് is waiting for us, you know.
ബട്ട് നിതിനെ ഒഴിവാക്കാനാവില്ല. അവൻ വളരെ ക്രിയേറ്റീവ് ആണ്. എന്ത് ക്രിയേറ്റിവിറ്റി? അയാൾ ഒരു ലൂസറാണ്. ഞാനിപ്പോ എന്താ ചെയ്യാ? വാട്ട് കൻ ഐ ഡു? To hell with him, I say. ജീവൻ, Hey, what's up? എനിക്ക് മനസ്സിലാവുന്നില്ല. Let's work together, please. Excuse me. Anything serious? Can I join you? No, you cannot. Don't mind. Hey, what's this? ഒന്ന് ചിരിച്ചോളൂ, കളിയാക്കിയാണെങ്കിലും. പിന്നെ ഈ പ്രോജക്ട് എന്നൊക്കെ പറഞ്ഞിരുന്നാൽ അറിയാർ ഇടയ്ക്ക് റിലാക്സേഷൻ വേണ്ടേ? വേണ്ടടാ. യെസ്. ഞാൻ ആവശ്യത്തിന് യോഗ ചെയ്യുന്നുണ്ട്. It gives me enough relaxation. ഓ, is it? അപ്പൊ മാഡം ഇവനെ യോഗ പഠിപ്പിക്കുക? എന്റെ തമാശ. തനിക്ക് യോഗയെക്കുറിച്ച് എന്തറിയാം? എനിക്കൊന്നും അറിയില്ലേ. Do you know what yoga means? I'm sure you don't. യോഗ എന്നാൽ സ്വയം അറിയുന്നവൻ. മാഡം സുകന്യ, അതറിയുന്നവന് പ്രത്യേക എക്സസൈസ് ഒന്നും ചെയ്യണ്ട. ക്യാ സംജേ? I go by my instincts. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യും. I don't lose or gain anything. Anyway, Who cares? I am taking a break. For sure. നിങ്ങൾ കുറച്ച് യോഗം പഠിക്കൂ. Bye സുകന്യ. Bye ജീവൻ. പോട്ടടാ. See you. ലഗരാ മുന്നാ ഭായ്. ഞാൻ പറഞ്ഞില്ലേ, always a loser. എന്താടാ, എന്താ പരിപാടി? എന്നോട് പോവാൻ പറഞ്ഞു, ഞാൻ പോകുന്നു. എവിടേക്ക്? അതൊന്ന് സുകന്യ മാഡം പറഞ്ഞു തന്നില്ലേ? അവളെന്ത് പറയാൻ? നീ ആ നിതിന്റെ കൂടെ കൂടി നശിക്കുകയുള്ളൂ, അവൻ പൊയ്ക്കോട്ടെ, അവൻ ലൂസറാണ്, ഇതൊന്നും മാഡം പറഞ്ഞു തന്നില്ല. എടാ മതി, യു ആർ ബ്രേക്കിംഗ് ദ ലിമിറ്റ്. എനിക്ക് പണ്ടേ ലിമിറ്റ് ഇല്ലല്ലോ. ഐ എം എ ഫ്രീ ബേർഡ്, നോട്ട് ലൈക്ക് യു. അതുകൊണ്ട് ദേ ഞാൻ പോകുന്നു. പക്ഷേ അവള് പറഞ്ഞ പ്ലാനിൽ ചെറിയൊരു മാറ്റം. ഞാൻ നിന്നെ കൊണ്ടേ പോകുന്നുള്ളൂ. ഓ, അതിനിപ്പോ ഞാൻ വരുന്നില്ലെങ്കിലോ? ഇല്ലേ, വേണ്ട, ഞാൻ പൊക്കോളാം കേട്ടോ. ഓക്കേ, ഗുഡ് ബൈ. നീയും വരോടാ എന്റെ പിന്നാലെ, നോക്കിക്കോ. Hey, come on ജീവൻ. എന്താ നിനക്ക് പറ്റിയത്? Hey, relax. I'm okay. നീ വാ. വാ. Let's plan our life. Yes. Come on, darling. Yes. ജീവൻ here. Which hospital? Hospital? എന്താ? Anything serious? എന്താ പ്രശ്നം? I'll be there in a minute. ജീവൻ, Yeah, I will take his dress. ആരാ? എൻ്റെ ഒരു ഫ്രണ്ടാ. ജീവൻ, ഞാൻ വരാം നിന്റെ ഒപ്പം. ഞാൻ വിളിക്കാം. Okay. ജീവൻ, ഷാർപ്പ് 5:30, ഓക്കെ? Excuse me. Yes? Mr. Nitin Kurup. Please contact inquiry. Okay. Okay. And it's here. यार ताली तो बजाओ यार, come on. Excuse me. Please observe silence here. I'm okay, always okay. जादू तेरी नजर, खुशबू तेरा बदन, तू हाँ कर या ना कर, तू है मैं. അപ്പൊ ഞാൻ വിളിച്ചാ നീ വരും അല്ലേ? എന്താ നിന്റെ ഉദ്ദേശം? മുമ്പേ പറഞ്ഞില്ലേ, നമ്മൾ ബ്രേക്ക് എടുക്കുന്നു, പോകുന്നു. അമ്മ, അത് ഒന്ന് വന്നേ. കാര്യമൊന്നും. അതെ അമ്മ, ദേ ഞങ്ങൾ പുറപ്പെടുവാണ്. ദേ വണ്ടി കേറാൻ പോകുന്നു. എടാ, വണ്ടി കൊണ്ടുവന്നിട്ടില്ലേ നീ? അതെ അമ്മ, ഒരു സസ്പെൻസ് ആവട്ടെ എന്നാ പറയുന്നത്. ഞാൻ കൊടുക്കാമേ. അവൻ ഭയങ്കര ത്രില്ഡാണ്. ഒരു മിനിറ്റ്. ലേ ബാത് കർ. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന പറ. അല്ല അമ്മ, ഞാനിപ്പോ നോക്കട്ടെ. നോക്കാനൊന്നുമില്ല, നിന്നെ കാണണമെന്നല്ല അമ്മ പറഞ്ഞത്. നമ്മൾ പോകുന്നു. എണീക്ക് ചൽ. ശരി. മत तोड़ा कर यार. चल ठीक है, ऑल द बेस्ट. ओके गाइस, सी यू, बाय. चल यार, വാടാ മണ്ട ശിരോമണി. എന്താ സംഭവിച്ചത്? നത്തിങ് ബോസ്. वो कहते हैं ना कि मजबूरी का नाम. അതല്ലടാ. അപ്പൊ അത് പറഞ്ഞ പോലെ ഞാൻ ഓട്ടോയിൽ പോകുന്ന സമയത്ത് എന്റെ നെറ്റി നേരെ പോയി ഓട്ടോയുടെ കമ്പിയിലിടിച്ചു. ഡ്രൈവർ ബ്രേക്ക് പിടിച്ചു.
എടാ മര്യാദക്ക് വണ്ടി ഓടിക്കണം. ഹലോ പണിയില്ല, ശ്രദ്ധിച്ചു വണ്ടി ഓടിക്കണം. കേണൽ വഴിയോരത്തൊരു ചെറുചിരി നറുവുച്ചിരി തൻ പൂത്തിരി വഴിയോരത്തൊരു ചെറുചിരി നറുവുച്ചിരി തൻ പൂത്തിരി തെളിവയിൽ മുത്തും നിലകളിൽ കളിയാടുന്നൊരു കളിച്ചിരി ആരുമറിയാതെ കാട്ടിലെങ്ങോ പേരറിയാ പൂവിരിയും ആരുമറിയാതെ കാട്ടിലെങ്ങോ പേരറിയാ പൂവിരിയും പൂമണം പൂശിയ പുല്ലാങ്കുഴലിൽ ഈണം മൂളും കുളിർകാറ്റിൽ പാറും ഞാനൊരു ശലഭമായി ഈ വഴിയോരത്തൊരു ചെറുചിരി മറുപൂച്ചിരി തൻ പൂത്തിരി തെളിവയിൽ മുറ്റും നിലകളിൽ കളിയാടുന്നൊരു കളിച്ചിരി താളമറിയാതെ കരളിലൂറും രാഗമേതോ ആരറിവൂ താളമറിയാതെ കരളിലൂറും രാഗമേതോ ആരറിവൂ കണ്ണിനൊരുത്സവമേളയൊരുക്കും പൊന്നിൻ കനവുകൾ ഉണരും പാടും ഞാനൊരു പൂങ്കുയിലായി എവിടെ നോക്കി ഞാൻ കറാബേ മനുഷ്യനെ മെനക്കെടുത്താൻ നിന്നെ ഒന്ന് ശരിയാക്കി തരാം. എവിടെ നിന്ന് കെട്ടിയെടുത്തത് അവനെയൊക്കെ അപ്പൊ തെരിക്കോ എസിക്ക് തേസി. അല്ല വണ്ടി ഇടിച്ചേനെന്ന് വെച്ച്. എടാ ഇടിച്ചത് ഇപ്പൊ ഞങ്ങളുടെ വണ്ടിയാ. അല്ല സാറേ, നിങ്ങളാ മംഗലം തൊടിയില്ലേ? തനിക്ക് എന്നെ മനസ്സിലായില്ല അല്ലേ? ആദ്യം മനസ്സിലായില്ലെന്ന്, ഇപ്പഴാ ഓടിയത്. പുറത്തെവിടെയായിരുന്നല്ലേ? തന്റെ പുറത്തായിരിക്കും. ആ? ഇങ്ങ അടുത്ത് വന്നേ. ആ. രാവിലെ തന്നെ ഫിറ്റ് അല്ലേ? ഏ? ചൽ ചൽ വണ്ടി കടക്കാന് കാശെടുക്ക്. ഏ? കാശെടുക്കടാ. എവിടെയാ ആളെ കളിയാക്ക. എവിടെയാ കണ്ടു പരിചയമുള്ള പോലെ? സിനിമയിലാവും. സിനിമ പറഞ്ഞ ഒരുപാട് സിനിമയിലുണ്ടാ? ഉവ്വ ഉവ്വ. ആ. അവനും ഒരു സൈക്കിൾ അവിടെ കിടക്ക്. എടാ വിട്ടോ വിട്ടോ വിട്ടോ. ബൈ. എടാ കൊള്ളാമല്ലോ, നാരിയൽ കെ ജാഡ്. വാവ്, അബേ ദേഖ്
Pop singer with long hair. Fantastic, man. Left, right. പോപ്പ് സിംഗർ അത് ഇവിടുത്തെ വെളിച്ചപ്പാടാ. സർപ്പപ്പാട്ടിന് വന്നാവല്ലേ? Yo. എന്താ? Don't move, Mr. Valicham. Please turn left. Please, please. Very nice. Keep it up. ये कौन है? क्या combination है यार? നമ്മളെ മംഗലത്തൊടിയിലെ കുട്ടിയാ. ഇവൻ വാങ്ങിക്കും. ഓ തീർന്നില്ലടാ. വാ എടാ നീ വരുന്നുണ്ടോ? വേണോ? എന്താ ടോഡി ടോഡി നീ വിട്ടോ, ഞാൻ എങ്ങനെ എത്തിക്കോളാം. ഗോ ഗോ. നീ എന്തിനാണ് രാവിലെ കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത്? കലക്കൻ സാധന ഇതുകൊണ്ടൊരു തിരക്കിടില്ല നായരെ. ദേശീയ പാനീയം, എല്ലാവർക്കും ഉന്മേഷം. നോക്കിക്കോ, നിങ്ങളുടെ കച്ചവടമൊക്കെ പൂട്ടും. ഇവിടെ നല്ല സ്റ്റാർ ഹോട്ടൽ വരും. കാണാം കാണാം കാണാം. വെളുപ്പാൻ കാലത്ത് തുടങ്ങിയല്ല, അവിടെ ഇറങ്ങിയൂടെ? ഗ്രാമമാക്കാൻ ഒട്ടേറെ സതുദ്ദേശ പരിപാടികളുമായി സഹകരിക്കാൻ എല്ലാ നല്ലവരായ വട്ടത്തറ നിവാസികളോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. VN ഗുവേര ഇൻകോർപ്പറേറ്റിൽ അംഗമാകൂ, ജീവിത വിജയം കൈവരിക്കൂ. അപ്പുറത്തെ കണ്ടൂടെ നടക്ക മര്യാദക്ക് ഒരു പണിയും ചെയ്യില്ല. ഇങ്ങനെയുണ്ടോ കാണാരാ? എന്തോ ആ കിഴക്ക് ഭാഗത്തുള്ള മുള്ളും കാടും ഒക്കെ നല്ലോണം വെട്ടി തെളിക്കേട്ടോ. എന്റെ ദേവൂ മീനാക്ഷി, നടക്കൊന്ന് ഇത്തിരി മര്യാദക്ക് പണിയെടുത്തൂടെ? ചെയ്യാ. എത്ര പ്രാവശ്യമായി പറയാ. ആരാ അവിടെ പരിങ്ങണത്? Wow, cobra. ആരാത്? I mean a big snake. എന്താ ഈ കാട്ടണത്? വികൃതി സർപ്പങ്ങളോട് വേണ്ടാട്ടോ. അല്ല അത് ഞാൻ ആരാ? ജീവൻ, നിതിൻ, മുത്തശ്ശി. No, I am not mistaken. പായലക മുത്തശ്ശി. ഉമ്മ. ഈ ഉമ്മേ എന്താ ഈ കാട്ടണത്? ഇങ്ങനെ ഒരു കോലോ? അല്ല, എനിക്ക് വഴി തെറ്റിട്ടില്ലെന്ന് പറയായിരുന്നു. വഴി തെറ്റിയില്ല അത്ര. അല്ല മുത്തശ്ശി, എന്താ ഈ പാമ്പിന്റെ പ്രതിമ? അത് പാമ്പിന്റെ പ്രതിമയൊന്നല്ല, സർപ്പക്കാവാ. പാട്ടുണ്ടേ, ഇനിയിപ്പോ അതൊക്കെ ഉണ്ടാവോന്ന് ആർക്കാ അറിയാ. മുത്തശ്ശി, ഈ മംഗലം തൊടിക്ക് എത്ര കാലത്ത് പഴക്കമുണ്ട്? ഒരു 500 കൊല്ലം. ഓ, that means it's 500 years old അല്ലേ? 500 വർഷം. I just can't believe it. Baap re baap. Oof. What a beautiful mansion. Oof. अरे वाह, क्या बात है यार. मैं भोली लड़की हूँ, डरती हूँ तुमसे. ഹായ്, ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യട്ടെ. അയ്യ, അത് എന്താ ഒക്കെ തട്ടി മറിച്ചിട്ടോ? എന്താ എന്ത് ശബ്ദം കേട്ടെ? ബാക്കിയുള്ളവര് ബുദ്ധിമുട്ടിയിട്ട് കഴുകിയൊക്കെ ഒതുക്കി വെച്ചതായിരുന്നു. എന്താ പറ്റിയ? ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് നിതിൻ. ഗുഡ് മോർണിംഗ് അമ്മ. ഹലോ. ഹലോ. മോളിലത്തെ മുറി ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ആ, കുളിച്ചു വന്നോളൂ, കാപ്പി കഴിക്കാം. കുളിക്കാൻ പുറത്തൊരു കുളിമുറി ഉണ്ട്. കുളമുണ്ടല്ലോ, നല്ല സ്റ്റെപ്പ് കെട്ടിയ കുളം, അത് മതി. പൊടി കൂട്ടുകാരനത്രേ, കൂട്ടുകാരൻ. പോയിട്ട് വാ. എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോയിക്കൂടി നിനക്ക്? കഴിക്കലൊക്കെ പിന്നെ ആവാം അമ്മേ, ഒരു ഒറ്റ ദിവസം സമയത്തിനെത്തില്ല. ഉറക്കൊഴുപ്പും പട്ടിണി കിടക്കലും ഓരോന്ന് വരുത്തി വെച്ചോ, നന്നാവും. ഞാൻ പറഞ്ഞ ഒരു വക കേക്കില്ല. അതിന് ഇത്തിരി സ്ഥൈര്യം കൊടുക്കണ്ട മാത്രമേ. പോയിട്ട് വരാ അച്ഛാ. ഞാനിപ്പോ സൗര്യക്കേട്. അച്ഛനും മോളും എന്താ അച്ഛ ആയിക്കോളൂ. അല്ല പിന്നെ
रातें नशीली मस्त समा है आज नशे में सारा जान. ഒട്ടാണോ ഈശ്വര? അയ്യേ, ആണുങ്ങൾ കുളിക്കുന്ന നോക്കി നിൽക്കിയാ. ഈ വണ്ടി ഒരിക്കലും നന്നാവില്ല. ഞാൻ സഹായിക്കണോ? ഓ, നാളത്തൊരു സാധനം വന്നേക്കും. ദോശ ഉണ്ടാക്കി മതിയായി. എത്ര പണിയെടുത്താലും മതിയാവില്ല. ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ തന്നെ വേണ്ടേ. ഹായ്, എന്റെ സഹായം വല്ലതും വേണോ? ഇതെന്തപ്പത്? ഒരു കാര്യം ചെയ്യാം, ഞാൻ കഴിച്ച് സഹായിക്കാം. ആ, താങ്ക് യു. മുത്തശ്ശി, ഈ കുളിക്കാനുള്ള ഐഡിയൽ പ്ലേസ് എന്നുള്ള അർത്ഥത്തിലാണോ ഈ കുളം എന്ന് വാക്കുണ്ടായത്? Yes, I am not wrong. കേമുണ്ട്. സാമ്പാർ വേണ്ടേ? ഏയ് മുത്തശ്ശി, പ്ലീസ് കം ഹാവ് യുവർ സീറ്റ്. വരുന്നു. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു. എന്താണാവോ? എന്ത്? ഞാൻ ഇവിടെ തന്നെ കൂടാൻ പോവാ. കമ്പനി പ്രോജക്റ്റ് ഒക്കെ നീ നോക്കിക്കോ, അതാ നല്ലത്. നിതിന്റെ നാട് എവിടെയാ? അച്ഛനും അമ്മയൊക്കെ? അവരൊക്കെ വളരെ ബിസിയാ മുത്തശ്ശി. ഓ, ബിസിനസ്. അത് ശരി. എല്ലാ വീട്ടിലും ഒരേ അവസ്ഥ തന്നെ. യെസ് മിസ് മംഗളത്തൊടി. മംഗളത്തൊടി? ആ, ഒരു ദോശ മതി. ഒന്നുകൂടി കഴിച്ചോ. മിസ് മംഗളത്തൊടി, ഇവിടെ ഇരുന്ന് കഴിച്ചോ. ടിവിയുടെ മുന്നിൽ ഇരുന്നില്ലെങ്കിൽ അതിന് ഭക്ഷണം ഇറങ്ങില്ല അത്രേ. എപ്പോഴും പാട്ടും ഡാൻസും മതി. നല്ലോണം പഠിക്കണുണ്ട് കേട്ടോ. അടക്കോ ഒതുക്കൊക്കെ ഉണ്ടായാൽ എല്ലാവർക്കും നല്ലതാ. എന്റെ രമേ, ഏട്ടന്റെ സ്വഭാവം നിനക്കറിയാലോ. അല്ലെങ്കിലും എന്നെ മോളെ ഇവിടെ ആർക്കും കണ്ടൂടല്ലോ. സുനിയെടുക്കാൻ ഞാൻ വേണം. കുറ്റം പറച്ചിൽ മാത്രം മതി. നീ പറയുന്നത് നീ ഒന്ന് കേക്ക്. അവളാ? ഹലോ. അല്ല, താൻ കയ്യെഴുകാനുള്ള ഭാവമൊന്നുമില്ലേ? Well done. That's a good job from your side, boys. Right. ചാടിക്കെട്ടി വലത്ത് വീശി ഇടത്ത് കയറി വലത്ത് വെട്ടി തടുത്ത് ചാടിക്കെട്ടി വലത്ത് വീശി ഇടത്ത് മാറി ചാടിക്കെട്ടി തടുത്ത് പുറത്തൊഴിഞ്ഞ്. See, Kalarippayat, happy? No nettles. Sound here, no. Sound there. Sound. Stop. Oh, beautiful. Fantastic. It is Kadakali. This Nala, it is me. It's you. Sit down. Okay. Now, see Mayura Nirta. Mayura Nirta. I will show you Mayura Nirta. Mayura, you know, male, peacock, male. Stop it. I will show difference. On male and pen male. On male. Pen male. കുട്ടിയോടെ ഒരു കാണിക്കൂ. ഇവിടെ. 1, 2, 3, 4, 5. This is mile. Mile അല്ലേ ഇടോ ഇത്? എല്ലാവരും മൈൽ ഡാൻസ് കണ്ടല്ലോ, സന്തോഷമായല്ലോ, ഹാപ്പി. $200 വാങ്ങിച്ചോണം, എന്റെ തരണം. നെക്സ്റ്റ് കൂടിയാട്ടം സോങ്. സിംഗ്. ഭഗവതേ ഭവരുഗാ. Stop. Make a new raga. Tune നിർമ്മലഹരി. Joining പുറനീര് വിത്ത് സാമന്തലഹരി. അതൊന്നുകൂടി പറഞ്ഞ. മറന്നുപോയി. പാല് മനസ്സിലായി. എത്ര ലിറ്റർ ഉണ്ട്? 5 ലിറ്റർ. പാത്രം വലുതായി പോയി. പോട്ടെ. നെക്സ്റ്റ് ഈസ് മൃദംഗ. അടിയും തുടങ്ങി. നിർത്ത്.
കാറിന്റെ ശബ്ദം MD വന്നെന്ന് തോന്നുന്നു. നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. അറ്റൻഷൻ പ്ലീസ്. വായിച്ചോ. Ready? Hi, Kalaji. Everything is fine? Very fine. Good. നമസ്കാരം. Boys, be alert. Come on, let's move. വടക്കൻ ശൈലിയാ. Oh, fine. Good. Keep it up. Keep it up. ആയുഷ്മാൻ. Oh, flowers. Thank you. Oh, കലാകാരന്മാരെ നിരന്ന് നിൽക്കുകയാണ്. നിർത്തി. ഏർപ്പാടുകളൊക്കെ നന്നായിട്ടുണ്ട്. ഓ, ഇത് കിഴൂര് പപ്പു അപ്പു അമ്മാനാട്ടവും കാക്കരിശി. Good, good. ഈ പരി വാങ്ങാൻ കാൽ കാശില്ല. സന്തോഷം. ഇതേ കോൽത്തറ വാസു കേശു അച്ഛനും മോനെ. Oh, really? ഉടുക്ക് പാട്ടും കുടുക്ക് വീണ്. വായിക്കണോ? വായിപ്പിച്ചാ കുടുങ്ങി പോവും. ഇത് അഴകിൽ രാമച്ചാക്ക കൂത്ത കൂടിയാട്ടം. ഈ റെസ്പെക്ട് എനിക്ക് ഇഷ്ടമായി. ഗുഡ്, വെരി ഗുഡ്. അവാർഡിനാ. നമസ്കാരം. അരിപ്പാട്ട് സുധ മയിലാട്ടം ഓ, അത് പറഞ്ഞപ്പോഴാ ഓർത്ത നടുവ് എനിക്ക് ഇച്ചിരി മൈലണ്ട. Carry on. ഇതേ 2000 വർഷം പഴകിയതാ. അതെ അതെ. കലയോട് കമ്മിറ്റ്മെന്റ് വേണം കേട്ടോ. നമസ്കാരം. Okay, okay. Now listen, everybody. കലാകാരന്മാർ നാടിന്റെ സമ്പത്താണ്. ഇത് ഒരു ആഗോള ഗ്രാമമാകുന്നതിന് നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. എങ്കിൽ ഈ ഗ്രാമം രക്ഷപ്പെടും. കേളജി, ഈ വണ്ടിയും എന്റെ ആൾക്കാരും ഇനി കേളജിക്ക് കൂടി അവകാശപ്പെട്ടതാണ്. Now you can wait. ഇവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും. I am making a move. ആയുഷ്മാൻ ഭവ. കണ്ടില്ലേ വാരിക്കോരി തന്നത്? ഇതൊരു തുടക്കം മാത്രം. ഇനി ഞങ്ങളുടെ കാര്യം കമ്പനിയോടൊപ്പം നിന്ന വാര്യരും വാരസ്യാരും രക്ഷപ്പെടും. അല്ലാതെ അപ്പൊ എന്റെ കാശിന്റെ കാര്യം ശരിക്കും പറഞ്ഞു. നോക്കിയും കണ്ടോക്കെ നിന്നാ തനിക്കും കൊള്ളാം. എന്താ വേണോ? കൊടുക്കുന്ന വില പറയൂ. ജോഡി 60 രൂപ. ഓഹോ, അപ്പോ മൊത്തമായി എന്ന വില വേണം? 350 രൂപ. ആ ശരി, വെച്ചിട്ട്. ഹായ് മഞ്ഞക്കിളി. ഹായ് പാലും പഴവും ഒക്കെ തരാട്ടോ. ചിന്നക്കിളിക്ക് എന്താ വേണ്ടേ? ரொம்ப நன்றியா. എല്ലാത്തിനും തോന്നിട്ടോ. അമ്മേടത്തേക്ക് പൊക്കോ. പുറത്തേക്ക് വാ. അതൊക്കെ പെരുമാറണേ. ആ വരൂ വരൂ. താനും കൂട്ടുകാരനും വന്നു എന്നറിഞ്ഞു. നമസ്കാരം. ഇരിക്കൂ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇന്നലെ മാഷ കണ്ടില്ലല്ലോ. ഇന്നലെ അപ്പൂരം കുട്ടി ടൗണിലേക്കൊന്ന് പോയി. നാളെയല്ലേ സർപ്പം പാട്ട്? അതെ അതെ. എനിക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ലാന്ന് എനിക്കറിയാലോ. എങ്കിലും ഈ കാവും കുളങ്ങളും ഒക്കെ സംരക്ഷിക്കുക എന്നുള്ള ആശയമാവും ഈ സർപ്പാരാധനയ്ക്ക് പിന്നിലും. ഓ, എന്തായി? വല്ല തീരുമാനമായോ തലസ്ഥാനത്തിന്റെ കാര്യത്തില്? ഇല്ല മാഷെ, ഒന്നും തീരുമാനിച്ചിട്ടില്ല. എന്താ പേര്? വിഹംഗ്. അപ്പൂന്ന് വിളിക്കും. വാ 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 വാ. ചോദിക്കട്ടെ. ചേട്ടന്റെ പേര്? നിതിൻ. നിതിൻ തന്നെയാ വിളിക്കുന്നത്. ആര് പറഞ്ഞു? വനിതേച്ചി പറഞ്ഞു. വനിതേച്ചിയോ? അതാരാ? തന്റെ ചപ്പടി വിദ്യയൊക്കെ നാട്ടിൽ പാട്ടായിരിക്കണു. ഒരു മാജിക് കാണിച്ചു തരൂ. എന്താ വേണ്ടത്? പമ്പരം. പമ്പരം. ഓക്കെ ഓക്കെ. പമ്പരം. ഹായ് പമ്പരം. നന്നായിട്ടുണ്ട്. ദാറ്റ്സ് മീ. കറക്കി നോക്ക്. നാട്ടിൽ നടക്കുന്ന എല്ലാ ഫുട്ബോൾ മത്സരങ്ങൾക്കും നമ്മൾ കൈയയച്ച് സംഭാവനകൾ നൽകും. അതിലൂടെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് നമ്മൾ മുന്നേറും. ആർ യു ഗെറ്റിംഗ് മൈ പോയിന്റ്? രാഷ്ട്രീയ നേതാക്കളെ തമ്മിൽ അടുപ്പിച്ച് നമ്മൾ പാർട്ടിക്കുള്ളിൽ വിള്ളലുകൾ ഉണ്ടാക്കും. ദാറ്റ്സ് എ ന്യൂ സ്ട്രാറ്റജി. പാർട്ടി അണികൾക്കുള്ളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കി നാട്ടിൽ നമ്മൾ അരാജകത്വം സൃഷ്ടിക്കും. സിഗരറ്റ് വേണമെങ്കിൽ എടുക്ക. കളിക്കുമ്പോഴെങ്കിലും കള്ളത്തിൽ ഒഴിവാക്കണ. എന്തിനാ? നിനക്കിത് എപ്പോഴുള്ള പരിപാടിയാ. എനിക്കങ്ങ് വയ്യ നിന്നോട് കളിക്കാൻ. ഹലോ, അതെ, ഇന്നും നാളെയും ഒഴിവുണ്ടാവില്ല. മറ്റന്നാള് സമയം ഉണ്ടാവില്ല. നോക്കാം. ഒരു
ഒരു 9 മണിയാവുമ്പോ 1/2 മണിക്കൂർ ഒഴിവുണ്ടാവും. അപ്പൊ വിളിക്കുക. ഞാൻ പോവാട്ടോ. പൊക്കോളൂ. മാഷിനോട് ചോദിക്കാം. മാഷ് എനിക്ക് ഏതായാലും പിടിച്ചു. ഗുഡ് ക്യാരക്ടർ. പയ്യൻസ് മോശമില്ല. അതേതോ പാണ്ടികൾ തെരുവിൽ ഉപേക്ഷിച്ച് പോയതാ അപ്പുനെ. മാഷെടുത്ത് വളർത്തിയതാ. ഇപ്പൊ മാഷ് എല്ലാം അവനാ. Hey, Popsinger. How are you, man? क्या हाल है आपका? ദേഷ്യം വന്നാ ഞാൻ ആളാകെ പെശകാണെന്ന് പറഞ്ഞു കൊടുത്തു കുട്ടി. അയ്യോ, അത്ര പെശക? എന്നാ ഇനി ഞാൻ പോപ്പ് സിംഗറെ സോറി, ഞാൻ വെറുതെ തമാശല്ലേ. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ഗ്രാമത്തിൽ ആരെയും പിണക്കരുത്. ലക്ഷ്യം നേടുന്നത് വരെ ആരും നമ്മളെ സംശയിക്കാൻ പാടില്ല. പ്രത്യേകിച്ചും അവിടുത്തെ ഡിസിഷൻ മേക്കേഴ്സ്. കേളുജി, അദ്ദേഹം എല്ലാറ്റിനും നമ്മളോടൊപ്പം ഉണ്ടാവും. ഗ്രാമത്തിലെ സാംസ്കാരിക മേള ഒരു വലിയ വിജയമാക്കണം. മുഴുവൻ കേരളത്തെയും ഒരു ഗ്ലോബൽ വില്ലേജ് ആക്കി നമുക്ക് മാറ്റണം. Now get into action. പ്രവർത്തനത്തിലേക്ക് കടക്കാം. You can go. കുബേരക്കാരുടെ നിർമ്മാണയാത്രേ. തട്ടകെ കമ്പനിക്കാര് വളഞ്ഞു എന്നാ കേക്കണേ. പിന്നെ കമ്പനിക്കാരൊന്ന് വടിവീശിയ കവാത്ത് പറക്കാൻ തണ്ടല്ലെന്താ ഉണ്ണിപ്പിണ്ടിയാ? ഉണ്ണിപ്പിണ്ടി കുരുത്തലൊക്കെ തോരണത്തിൽ കൊള്ളാം. അല്ല, തലണ്ടായിട്ട് വേണ്ട തോരണം കിട്ടാൻ. മംഗലം തൊടി അവര് വാങ്ങിനാ കേക്കണേ. ഓ, ഒപ്പിട്ട് കൊടുക്കാൻ ആളെത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ദേവി മഹാമായേ, എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? എല്ലാം വെറും പെരട്ട് അല്ലാതെന്തോ. ദേവി എല്ലാത്തിനെയും പാഠം പഠിപ്പിച്ചെന്നാ തോന്നുന്നത്. വെളിച്ചപ്പാടിനെ കഞ്ഞിയോട് മുട്ടുവന്നാ പേടി. അതെ, പേടിക്കണ്ട, കമ്പനിക്കാർ എന്തേലും പണിയാണ്ടിരിക്കില്ല. അല്ല, വെളിച്ചപ്പാടിന് തുള്ളി പറയാൻ ഇത്തിരി സ്ഥലം പോരെ? അത് അവരേതായാലും ബാക്കി തുള്ളാം, പക്ഷെ കാണാൻ ആളുണ്ടാവില്ലെന്നേ ഉള്ളൂ. ദേവി, ഈ തിരുമിറ്റത്ത് നിന്നാണോ പൊറാട്ടും പരിചയമുട്ടും? അമ്മേ കാക്കണേ, കാക്കണേ. ഈ വിദ്വാന് ശുദ്ധാശുദ്ധമൊക്കെ അറിയോ? ഈ സാരല്ല, അയാൾക്കൊക്കെ നിശ്ചണ്ടാവും. മാഷേ, മാഷേ, ഇതൊരു കാര്യം കാണിക്കാം, നോക്കിയേ. നീ എപ്പോഴാ വന്നേ? കുറെ നേരമായോ? വാ, ആരാ മാഷാ കുട്ടി? യക്ഷിയാണോ? യക്ഷിയൊന്നുമല്ല, മാധവന്റെ മകളാ. ലേശം ഫയർ ബ്രാൻഡാ. എവിടെ നോക്കട്ടെ. കാര്യപരിപാടിയിലെ ആദ്യ ഇനം ഈശ്വര പ്രാർത്ഥനയാണ്. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് മൗനമായി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. യോഗം ആരംഭിക്കുകയാണ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് കുറുപ്പ് മാഷെ ക്ഷണിച്ചോളൂ. അധ്യക്ഷൻ എന്നുള്ള നിലയിൽ പറയാനുള്ള കാര്യങ്ങൾ ഏറ്റവും അവസാനം പറയുക എന്നുള്ളതാണ് ശരിയായ കാര്യം. ആദ്യം കമ്പനിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ശ്രീമാൻ കേളു ജി നിങ്ങളോട് സംസാരിക്കും. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനും അഭിമന്യനായ കുറുപ്പ് മാസ്റ്റർക്കും മാന്യ സദസ്സിനും എൻ്റെ വിനീതമായ കൂപ്പുകൈ.
എനിക്ക് പ്രസംഗിക്കാനൊന്നും നല്ല വശമില്ല. പ്രസംഗമല്ല, പ്രകടനമാണല്ലോ എൻ്റെ തൊഴിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ അമ്പലത്തിൻ്റെ ഊട്ടുപുരയുടെ ഒരു മൂലയിൽ എളിയ രീതിയിൽ ആരംഭിച്ച എൻ്റെ നൃത്തവിദ്യാലയം നാട്ടുകാരുടെ സഹായ സഹകരണത്തോടെ ഇന്നൊരു വലിയ സ്ഥാപനമായി മാറി. അനേകം വിദേശികൾ നമ്മുടെ കല കാണുന്നു, പഠിക്കുന്നു, എഴുതുന്നു. പോരാ, കൂത്താകൂടിയാട്ടം, കഥകളി, മോഹിനിയാട്ടം, ഈ സാധനങ്ങൾക്ക് അത്യാവശ്യം മാർക്കറ്റുണ്ട്. പക്ഷേ നമ്മുടെ ഈ ചെറിയ ഗ്രാമത്തിലെ ഈ കുടുക്ക വീണ, ഉടുക്ക്, പ്ലാന്തുണി അല്ല നന്തുണി, അതെ പ്ലാന്തുണി കാലഹരണപ്പെട്ട ഒരു വാദ്യമാണല്ലോ. അപ്പോ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത ഈ ഗ്രാമത്തിന്റെ ആത്മാക്കളായ പാവം ഈ നാടൻ കലാകാരന്മാർക്ക് അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള ഒരു സ്ഥിരം വേദി, അതാണ് ഈ കമ്പനിയുടെ ആദ്യത്തെ ലക്ഷ്യം. അപ്പൊ അതാണ് ലക്ഷ്യം. അതെ. അപ്പൊ ഈ നാടൻ കലാകാരന്മാർ പരിപാടി അവതരിപ്പിച്ചാൽ മതിയോ? കാണാറുണ്ടാവും സായിപ്പന്മാര് 360 ദിവസവും സായിപ്പന്മാരുണ്ടാവോ? പറഞ്ഞാലും മനസ്സിലാവില്ല. 3 മാസം മതിയല്ലോ മാഷെ, ബാക്കി 9 മാസം ഇവരെ അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ. അല്ല, അതിന് നാട്ടുകാരെന്ത് ചെയ്യണം അത് പറയൂ. എന്റെ നാട്ടുകാർ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഈ കമ്പനി അത് നമ്മുടെ രക്ഷയ്ക്കെത്തിയിരിക്കുകയാണ്. ഒരു കമ്പനി ആരെ വേറെ എവിടെ എല്ലാം സ്ഥലങ്ങളുണ്ട്, പക്ഷെ അവർ തിരഞ്ഞെടുത്തത് നമ്മുടെ ഗ്രാമത്തിനെയാണ്. അത് നമ്മുടെ ഭാഗ്യം. തന്റെ ഭാഗ്യം. അവർക്ക് ഒരുപാട് പ്ലാനുകളുണ്ട് വെളിച്ചപ്പാട്. പക്ഷെ അതൊക്കെ നടക്കണമെങ്കിൽ സെങ്കുവരാ സാറിന് കുറെ അധിക സ്ഥലം വേണം. ലോകത്ത് എവിടെ കിട്ടുന്നതിലും കൂടുതൽ വില കമ്പനി തരും. പറമ്പായിട്ടും പാടമായിട്ടും പഴയ വീടുകളായിട്ടും അതൊക്കെ വിറ്റ്. അല്ല, ഈ കിടപ്പാടം വിറ്റ ഇവരെല്ലാം എവിടെ പോകും? ടൗണിൽ ഫ്ലാറ്റ് കെട്ടി കൊടുക്കും. സിംഗിൾ റൂം ഫ്ലാറ്റ്, ഡബിൾ റൂം ഫ്ലാറ്റ്, ട്രിപ്പിൾ റൂം. ഫ്ലാറ്റ് കിടന്ന് ഉറങ്ങിയാൽ മതിയോ? എന്തെങ്കിലും പണിയെടുക്കണ്ടേ? അത് മാഷ് പറഞ്ഞ വാസ്തവം. എല്ലാവർക്കും പണി കൊടുക്കാന്ന് കമ്പനി പറയുന്നില്ല, ഞാനും പറയുന്നില്ല. എന്റെ നാട്ടുകാരോട് കള്ളം പറയാൻ പാടില്ല. പക്ഷെ കുറേയേറെ പേർക്ക് പണി കിട്ടും. ഗസ്റ്റ് ഹൗസ്, റിസോർട്ട്, മാസേജ് പാർലർ, ഇവിടൊക്കെ റിസപ്ഷൻ ഇരിക്കാനും ടെലിഫോൺ അറ്റൻഡ് ചെയ്യാനും ഫോറിനേഴ്സ് വരുമ്പോൾ എയർപോർട്ടിൽ പോയി മാലയിട്ട് സിന്ദൂരം തൊടിയിക്കാനും പിന്നെ തൂപ്പ്, തുടപ്പ്, കഴുകല്, വാച്ച്മാൻ പണി, ഇതിനൊക്കെ ആള് വേണമല്ലോ. എന്താ കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടേ ചോദിക്കാം. എന്റെ കഴിവ് പോലെ ഞാൻ ഉത്തരം. കേളു പറഞ്ഞത് കേട്ടല്ലോ. അയാൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി? മനസ്സിലായെങ്കിൽ എന്താ അഭിപ്രായം നിങ്ങളാ പറയേണ്ടത്. ആരെയും പേടിക്കണ്ട, സ്വന്തം അഭിപ്രായം തുറന്നു പറയാം. എനിക്ക് പറയാൻ അധികാരം പറയൂ. എത്ര വില തരാന്ന് പറഞ്ഞാലും നമ്മുടെ മണ്ണ് നമ്മളാർക്കും വിട്ടുകൊടുക്കില്ല. തന്റെ 1.5 സെന്റ് ഓല കൊട്ടയല്ല കമ്പനിക്ക് ആവശ്യം. വലിയ പറമ്പും കുളവും കുളപ്പരമാളിയും. ഇവിടുത്തെ ഏറ്റവും വലിയ ആഠ്യന്മാരാണല്ലോ മംഗലം തൊടിക്കാര്. അവര് വീടും പറമ്പും കമ്പനിക്ക് കൊടുക്കാന്ന് സമ്മതിച്ചു. നല്ല വിലക്ക് സമ്മതിച്ചു. ജീവൻ നിപ്പുണ്ടല്ലോ, ചോദിക്കാം. സമ്മതിച്ചോ? ഞാൻ സമ്മതിച്ചിട്ടില്ല. അപ്പോഴോ? പക്ഷെ അച്ഛനും അമ്മയും സമ്മതിച്ചു, വില ഉറപ്പിച്ചു. പക്ഷെ ഒപ്പിടേണ്ടത് ഇയാളാ. അതെ, വിദ്യാസമ്പന്നനും ലോകപരിചയമുള്ളവനും സുമുഖനുമായ ചെറുപ്പക്കാരൻ കമ്പനിയുടെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങളോടൊപ്പം സഹകരിക്കുമെന്നാണ് എന്റെ ഉത്തമ വിശ്വാസം. ഇല്ലേ, സഹകരിക്കില്ലേ? ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇനി സമയമുണ്ടല്ലോ. കേളുജി പറഞ്ഞു എന്ന് വെച്ച ഒരു കാര്യത്തിന് എടുത്തുകാടണ്ട, അത്ര എനിക്ക് പറയാനുള്ളൂ. അല്ലേ മാഷേ? എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വിട്ടുപോയ ഒരു കാര്യമാണ്. പാരിസ്ഥിതികമായ ആഗോളവൽക്കരണത്തിന്റെ നീരാളിപ്പിടുത്തങ്ങളിൽ ഞെരിഞ്ഞമരുന്ന മൂല്യങ്ങളുടെ ബഹുരാഷ്ട്ര ഇതേ പറയാനുള്ളൂ. ജനിച്ചു വളർന്ന ഈ മണ്ണ്, ശുദ്ധമായ കാറ്റ്, മരങ്ങൾ, കുളങ്ങൾ, കാവുകൾ, ഇതൊന്നും ആർക്കും വിട്ടുകൊടുക്കരുത്. അതാണ് എന്റെ അഭിപ്രായം. ഞാൻ പഠിപ്പിച്ചതാ കുഞ്ഞിലെ. നല്ല അടി വെച്ചുതരും കേട്ടോ. പറഞ്ഞോളൂ. നമ്മുടെ നാട്, നമ്മുടെ കലകൾ, നമ്മുടെ ശീലങ്ങൾ, ഇതെല്ലാം നമ്മുടേതല്ലാതാവും. ഒരു കാര്യം ഞാൻ പറയാം. യുവമാര് ചുടുവിലയ്ക്ക് നമ്മുടെ സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കും, എന്നിട്ട് കൊള്ള വിലയ്ക്ക് വേറെ ആണുങ്ങൾക്ക് വിൽക്കും. അവർ ഈ പാടവും കുളവും ഒക്കെ നികത്തും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോണത്. ഇയാളൊരു ബ്രോക്കറാ, വെറും ബ്രോക്കർ. ഒരുമാതിരി മറ്റടുത്ത പറയുന്നത് പിന്നല്ലാതെ. സ്വന്തം അഭിപ്രായം പറയുന്നവരെ മീശ വിരിച്ചും കണ്ണുരുട്ടിയും ഭീഷണിപ്പെടുത്താന്നാരും വിചാരിക്കണ്ട. കമ്പനിക്ക് സ്ഥലം വിൽക്കുന്നില്ല എന്നാണ് ഭൂരിപക്ഷ തീരുമാനം. ഭൂരിപക്ഷം അറിയാം വോട്ടിന്. അതിന്റെ ഇലക്ഷൻ ഒന്നും അല്ലോ കേളൂ. ഞങ്ങളൊരു മെമ്മോറാണ്ടം തയ്യാറാക്കി സർക്കാരിന് അയക്കും, അതിന്റെ ഒരു കോപ്പി കമ്പനിക്കും തരും. അതാണ് യോഗ തീരുമാനം. അങ്ങനെ ഒരു കൂട്ടര് മാത്രം തീരുമാനിച്ചാൽ മതി. ഞങ്ങൾ നാട്ടുകാർ തീരുമാനിച്ചാൽ മതി. എന്നാ ശരി. പ്ലാൻ തുണി ഇവിടെ സദ്യ ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. രോഗവിമുക്ത ഗ്രാമം നമ്മുടെ സ്വപ്നം. ഈ സ്വപ്ന സാക്ഷാത്കാരത്തിനായി ഗുവേര ഇൻകോർപ്പറേറ്റ് ഈ സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നു.
നിതിൻ പലപ്പോഴും പറയാറില്ലേ ഞങ്ങളുടെ നാടിനെ പറ്റി? കാം, ക്വയറ്റ്, എക്സൈറ്റിംഗ് ഗ്രീനറി, നല്ല മനുഷ്യര്, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന്. ഇനി ഒരു 2 കൊല്ലം കഴിഞ്ഞ് ഇവർ നാട്ടിൽ വരുമ്പോ ഈ പാടവും പച്ചപ്പും നല്ല മനുഷ്യരും ഒക്കെ ഇവിടെ ഉണ്ടാവും എന്നുള്ളതിന് വല്ല ഉറപ്പുണ്ടോ? അതുകൊണ്ടാണ് ഞങ്ങളുടെ മണ്ണ് ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നത്. മീറ്റിംഗിൽ ആളുകളുടെ ആവേശം കണ്ടപ്പോ തന്നെ അത് മനസ്സിലായി. കേട്ടോ? എനിക്കും അത് തന്നെയാ തോന്നിയത്. ഈ സെൻസ് ഓഫ് ബിലോങ്ങിങ്സ് എനിക്കറിയില്ലായിരുന്നു മാഷേ. ഈ മണ്ണും മനുഷ്യനും തമ്മിൽ ഇത്ര ഡീപ്പായിട്ടൊരു ബന്ധമുണ്ടല്ലേ? പക്ഷേ മനുഷ്യന് മണ്ണിനോട് പോയിട്ട് മനുഷ്യനോട് തന്നെ ബന്ധമില്ലാണ്ടായിരിക്കണം. എല്ലാവർക്കും താൽക്കാലിക ലാഭം മാത്രമേ ലക്ഷ്യമുള്ളൂ. നാടിന്റെ നാശത്തെ കുറിച്ചൊന്നും ആരും ആലോചിക്കണില്ല. അതെ, ഇതങ്ങനെ വിട്ടുകൊടുക്കരുത് കുഞ്ഞെ. എതിരാളികൾ ശക്തരാകുമ്പോ നമ്മുടെ ചെറുത്തുനിൽപ്പിന് ശക്തി പോരെന്ന് വരും. എല്ലാം അറിഞ്ഞുകൊണ്ട് വെറുതെ നോക്കിയിരിക്കാൻ പറ്റുന്നില്ലടോ. സത്യവും നീതിയൊക്കെ നടന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഇപ്പോഴത്തെ DIG. എന്റെ ജൂനിയറായിട്ട് പഠിച്ചതാ. ഞാൻ മൂപ്പർക്ക് സ്ട്രോങ് ആയിട്ടൊരു ലെറ്റർ എഴുതാൻ പോവാ. കക്ഷിയാവുമ്പോ രഹസ്യമായിട്ട് അന്വേഷിച്ചോളും ഏതാ ഈ കമ്പനി, എന്താ ഇവരുടെ ഉദ്ദേശം. അത് വേണം മാഷെ. എന്താ വേണ്ടെന്ന് പറഞ്ഞാ മതി മാഷെ, ഞാൻ മുമ്പിലുണ്ട്. എന്നാ ശരി, പോട്ടെ. പക്ഷെ മാഷെ, ഞങ്ങൾക്ക് പരിചയമുള്ള അവിടുത്തെ പെൺകുട്ടികൾക്കൊന്നും ഈ ഒരു സ്പാർക്കില്ല. ഹൗ സ്ട്രേഞ്ച്. സ്വപ്നം താ തേ തേ താ താ തേ തേ താ ധി തേ തേ താ താ തേ. എല്ലാരും താ നോക്കൂ, എത്ര പറഞ്ഞാലും കേക്കില്ല. തേ തേ താ താ തേ തേ താ ധി തേ തേ താ താ തേ. ആ, എന്താ പഠിക്കണോ? ഓ, അതിനെന്താ? എന്നാ ഫീസ് കൃത്യമായിട്ട് തരണം. ആലോചിക്കാവുന്നതാണ്. എങ്ങനെയുണ്ട് ഇവളുടെ പഠിത്തം? ആ, നേരെ വരണു. തന്റെ ക്ലാസ് നടക്കട്ടെ, എനിക്കൊന്ന് ടൗൺ വരെ പോണം. പോണ വഴിക്ക് മാസ്റ്റർ അടുത്തൊന്ന് കേറിക്കോളൂ കേട്ടോ. ആ പിന്നെ ഹിന്ദി വാലെ കണ്ടു കിട്ടിയാ അന്വേഷിച്ചു എന്ന് പറയണം. എന്നാ നമുക്കൊന്നുകൂടെ നോക്കാം. താ തേ തേ താ ധി തേ തേ താ. भवत्यां
क्या मजा है यार. How are you यार? क्या हुआ? കോൺസെൻട്രേഷൻ ഇല്ല, അതാണ്. ഞാനും പറയാം. വേണ്ട, ഞാൻ പൊക്കോളാം. ഒരു ഹാൻസം യങ് മാൻ ലിഫ്റ്റ് ചോദിക്കുമ്പോ വേണ്ടെന്നാ പറയാ. പോട്ടെ. ചൽ ചൽ റീ ചൽ. ഈ നാക്കിനില്ല എന്ന് പറഞ്ഞ എന്താന്നറിയോ? മത്ലബ് നാവിനെല്ലില്ലാന്ന് തന്നെ. എന്താ ഈ മത്ലബ് മത്ലബ് എന്ന് പറയണേ? അതായത് എന്ന് വെച്ചാൽ അത് തന്നെ. അല്ല, ശരിക്കും എന്താ പണി? ഇതൊക്കെ തന്നെ. പെൺപിള്ളേരെ പിന്നാലെ ചുറ്റിക്കറങ്ങലോ? അതെ, അതൊരു പണിയല്ലേ. മംഗലത്തൊടിയിലെ ജീവനും ഇത് തന്നെയാ പണി. ഏതാണ്ടൊക്കെ. പക്ഷേ അവന് വീട്ടിൽ നിന്ന് ഇടയ്ക്കിടെ കല്യാണാലോചനകൾ വരുന്നുണ്ട്. എനിക്കതില്ല. വീട്ടിലേക്ക് വരുന്നോ? ഇപ്പോഴല്ല, പിന്നെ ഒരിക്കലാവാം. നോക്കിക്കോ, സ്റ്റാർട്ടായി. അതെ, എന്നെ ഒരിക്കൽ വീട്ടിൽ വിളിച്ചൊരാരും പിന്നെ വിളിച്ചിട്ടില്ല. അതെന്റെ ഒരു അൺബ്രോക്കൺ റെക്കോർഡാണ്. तुम पास आए यूं मुस्कुराए तुम न जाने क्या सपने दिखाए अब तो मेरा दिल जागे सोता है क्या करूँ ആരോഗ്യം ആയുർവേദത്തിൽ അധിഷ്ഠിതമാണ്. പ്രകൃതിയുടെ വരദാനമായ ആയുർവേദത്തെ സംരക്ഷിക്കാൻ ഗുവേര ഇൻകോർപ്പറേറ്റിന്റെ മറ്റൊരു സംരംഭം. നിന്റെ വിപ്ലവം ഞാൻ ഇപ്പൊ കെടുത്തി തരാം. നിന്റെ ഓഫീസ് ഈ സർ, ആ ഭ്രാന്തനെ ഇനി ഈ ഏരിയ കാണാൻ പാടില്ല. തന്നോടൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? എന്താ മാഷെ? തന്റെ ഈ കുട്ടിക്കളി ഒരു മറയല്ലേ? ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ പലയിടത്തും, ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ, വലിയ വലിയ സിറ്റികളിൽ. പക്ഷേ ഇവിടെ വന്നപ്പോ എന്തോ ഒരടുപ്പം. എവിടെയാ തന്റെ വീട്? അറിയില്ല. ജനിച്ചോളന്നങ്ങ് ബോംബെയിലാ. അമ്മ ഗുജറാത്തി, ഒരു ഡാൻസർ. ഞാൻ മലയാളി ഗുജറാത്തി ക്രോസാ. ഇപ്പം അച്ഛനും അമ്മയും പിരിഞ്ഞു. ഞാൻ രണ്ടുപേരും വല്ലപ്പോഴും കാണാറുണ്ട്. ചിലപ്പോൾ എയർപോർട്ടിൽ, ചിലപ്പോൾ ഏതെങ്കിലും ഹോട്ടലിൽ. അച്ഛൻ നാടിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ലേ? ഇവിടെ എവിടെ ഒരു ഉൾത്തനത്ത് സംതിങ്. ഉള്ളത്താനത്തോ? യെസ്, മാഷ് അറിയോ? വരൂ. നിർത്ത്. നാശം. ഇതെന്താ കാടോ ആശാനെ? ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടേ. ഇപ്പൊ നിർത്താലെത്തി പാലൊന്നും വരുന്നില്ല കേട്ടോ. നിർത്താൻ നല്ല വ്യായാമ. അത് പിന്നെ പറയാനുണ്ടോ? വൈകിട്ട് കുട്ടികൾ കുറവാ, നേരത്തെ കഴിയും. അപ്പോഴായാലോ? ഇനി ഈ പ്രായത്തിലോ? വേണമെങ്കിൽ ഇവിടെ ഒന്ന് പഠിപ്പിക്കാം. ഓ ആ ഇതെന്താ? ആ ഭാര്യയില്ലേ? ഇല്ല, അമ്പലത്തിലാ. എന്നാനകത്തേക്ക് വരാം. ആശാനെ പോകണ്ടേ? പോവാനാ പോകുന്നേ. വായി നോക്കി. വെളിച്ചപ്പാട് ഉറഞ്ഞതുള്ളല് ഒരു കലാരൂപമായി പഠിപ്പിക്കുന്നുണ്ടോ? മേളക്ക് വരണേ. കഴിഞ്ഞോ? ആ കൊടുത്തു. എന്ത് നോട്ടീസ്? ഓരോ തടസ്സങ്ങൾ. ഇന്നലെ തന്നെ നിങ്ങളൊക്കെ മീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് സാറിന് പ്ലെയിനിൽ കയറി ബംഗ്ലാദേശ് ബാങ്കോക്ക്, അതെ ബാങ്കോക്കിലേക്ക് പോകേണ്ടി വന്നു. ഇംഗ്ലീഷ് പത്രത്തിലൊക്കെ വായിച്ചു കാണും. അവിടെ എന്റെ പ്രോജക്ട് ഫിനിഷിംഗ് സ്റ്റേജിലാണ്. Now let's come to the point. ഈ വീടും പരിസരവും ഒക്കെ ടേക്ക് ഓവർ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ തമ്മിൽ നേരത്തെ സംസാരിച്ചാണല്ലോ. അച്ഛനും അമ്മയ്ക്കും ഇവിടെ താമസിക്കാൻ വലിയ താല്പര്യമില്ല. എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ മുത്തശ്ശി. അയ്യോ അമ്മേ, നമസ്കാരം. വെൽ, ജീവനാണല്ലോ സാങ്കേതികമായി പറഞ്ഞാൽ ഇതിന്റെയൊക്കെ അവകാശി അല്ലേ? ജീവനാണ് പ്രധാനം. അല്ലല്ലോ, ജീവന്റെ സമ്മതമാണ് പ്രധാനം.
ഞങ്ങൾ ഇവിടെ സ്ഥിരമായി താമസിക്കാനൊന്നും പോണില്ല. പിന്നെ വെറുതെ സ്വത്തൊക്കെ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് എന്തിനാ? ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് പോകുന്ന തന്നെ ഒരു ബേഡന. പക്ഷേ മംഗലം തൊടി കമ്പനി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു സ്വർഗമായിരിക്കും. ഫോറിനേഴ്സിന്റെ പ്രധാന ആകർഷണം 5-star കോണ്ടിനെന്റൽ റിസോർട്ട് ആയിരിക്കും. ഇറ്റ് വിൽ ബി എ ട്രാവലേഴ്സ് പാരഡൈസ്, യു നോ. എന്താ കേളിജി? പിന്നെ വെക്കേഷൻസിൽ ഇടയ്ക്കിടെ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് താമസിക്കുകയും ചെയ്യാം. ഹൗ അബൌട്ട് ദാറ്റ്? ലാഭകരമായി ഈ പ്രോജക്റ്റിൽ അങ്ങേക്കും ഇൻവെസ്റ്റ് ചെയ്യാം. ഒന്ന് പറഞ്ഞൂടെ? എന്നാണ് മടക്കം? അടുത്ത് തന്നെ പോണം. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ കോൺട്രാക്ട് സൈൻ ചെയ്യണം. മംഗലം തൊടി വെക്കാൻ തന്നെയാണോ തീരുമാനം? മുത്തശ്ശി പേടിക്കണ്ട, ശീതീകരിച്ച വൃദ്ധസദനവും കമ്പനിയുടെ പ്രോജക്റ്റിലുണ്ട്. നല്ല ഫുഡ് കിട്ടും, ബ്യൂട്ടി പാർലർ, സ്വിമ്മിംഗ് പൂൾ, ജിംനേഷ്യം. രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് ഡംബിൾസ് എടുത്ത് പൊക്കുക, താഴ്ത്തുക. മുത്തശ്ശിക്ക് അവിടെ വളരെ കൂൾ, കാം, ക്വയറ്റ്, സെറീൻ, പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അപ്പോ ആർക്കും വേണ്ടാത്തവരെ സംരക്ഷിക്കലാണ് നിങ്ങളുടെ ഉദ്ദേശം അല്ലേ? ഇതെല്ലാവർക്കും വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. എനിക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസ് വേണം. നമുക്ക് ഡിസ്കഷൻ പിന്നെ ആയിക്കോട്ടെ. ഈ പ്രോജക്റ്റിന്റെ ബ്രോഷറും സീഡിയും ഒക്കെ ഞാൻ കേളിജിയുടെ കൈവശം കൊടുത്തയക്കാം. ഓക്കെ? ഓൺലി തിങ് ഈസ് ഉത്തരം എസ് തന്നെ ആവണം. കൂട്ടത്തിൽ ഞാൻ കൂടിയാട്ട കൊറിയോഗ്രാഫി നടത്തിയ ഒറ്റയാനന്ദ സീഡിയും തരാം. കൊടുങ്കാറ്റിലകപ്പെട്ട ഒറ്റയാനൊക്കെ കോൺട്രാക്ട് സൈൻ ചെയ്തതിനു ശേഷം സോറി at times he's a little bit silly, no? അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ see you ജീവൻ. ഓക്കെ സർ? ഓക്കെ മാഡം? ഓക്കെ മുത്തശ്ശി. അമ്മേ ശിവ ശിവ. ഓ, മുഖം വീർപ്പിക്കണ്ട, പോവാൻ ധൃതിയായിട്ടുണ്ടാവുന്ന അറിയാം. അമ്മ കാര്യം പറയൂ, വെറുതെ എപ്പോ വരുമ്പോഴും ഇങ്ങനെ. ഇനി വരൂ ഇല്ലെന്ന് തന്നെ അറിയില്ല. അതിന്റെ മുമ്പ് അവന്റെ കല്യാണം. ആരുടെ? ജീവന്റെ. ആ കോയിക്കലെ കുട്ടി അവന് നന്നായി ചെയ്യും. നിങ്ങളൊന്ന് പോയി ആലോചിക്കണം. അവനിനി അവിടെ ആരെങ്കിലും? ആ, അതും ചോദിച്ചോളൂ. തന്റെ ഇടം കുറച്ച് കൂടുതലാന്നാ കേട്ടെ. ആ കുട്ടിയോ ഭാവം ഒത്തിരി കൂടുതലാ. അതിപ്പോ ഇവിടെ ആർക്കല്ലാത്തെ. തർക്കം വേണ്ട, നമുക്ക് അവനോട് ചോദിക്കാം. അവിടെ വരെ ഒന്ന് പോവുകയും ചെയ്യാം. ഞാനൊന്നിലേക്കൂല്ലേ? നിങ്ങൾ ഇറങ്ങണില്ലേ? താൻ പോയിട്ടോ, ഞങ്ങളോട് വെയിറ്റ് ചെയ്യാം. ശരി. നോ 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 നോ. ആ 50 lakhs ഇതിന്റെ കൂടെ ക്ലബ് ചെയ്യണ്ട. മറ്റേ 2 crores ഇല്ലേ, അതിന്റെ കൂടെ ഈ 50 lakhs ക്രെഡിറ്റ് ചെയ്തേക്കൂ കമ്പനി അക്കൗണ്ടിൽ. ദാറ്റ്സ് റൈറ്റ്. ഓക്കെ? കുട്ടി എന്ത് ചെയ്യുന്നു? ഇപ്പൊ അവിടെ ഇരിക്കുന്നു. കുട്ടി എന്ത്? അയ്യോ, വലിയ ഡാൻസറാ. ഇവിടെ അടുത്തൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. ഓ, യു ആർ എ ഡാൻസർ. ദെൻ തിങ്സ് ആർ ഈസി. കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അതൊരു മാസം കൊണ്ട് പഠിക്കാവുന്നല്ലേ ഉള്ളൂ. സാർ, ഇങ്ങനൊരു കമ്പനിക്ക് സ്ഥലവും വീടും വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്ന് 148 വീട്ടുകാർ ഒപ്പിട്ട മെമ്മോറാണ്ടം. ഇത് റിസീവ് ചെയ്ത് ഒപ്പിട്ട് തന്നാ മതി. I see. Why not? Why not? പക്ഷേ ഞങ്ങൾ ഈ മെമ്മറാൻഡം നല്ലതുപോലെ പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഗവൺമെന്റിലേക്ക് ഒരു പേപ്പർ പോലും അയക്കാവൂ. സമ്മതിച്ചോ? അത് ഞാൻ മാഷോട് ചോദിക്കട്ടെ. ഇതൊക്കെ എന്തിനാ കോപ്പനോട് എഴുന്നള്ളിക്കാൻ പോകുന്നത്? എനിക്കതാ മനസ്സിലാകത്ത്. എനിക്ക് പറയാം, ഞാൻ കൊച്ചിലെ ഡാൻസ് പഠിപ്പിച്ചിട്ടുള്ള കുട്ടിയാ. ഭരതനാട്യം, മോഹിനി. Coming to the point. Who is shouting here? Vanita, what's up? Something happening around? क्या हो रहा है इधर? എന്താ ഇവിടെ പ്രശ്നം? എന്താ? ഓ, വെൽക്കം ജീവൻ. Please take your seat. Thank you. ഇരിക്കൂ മിസ്റ്റർ ജീവൻ, ഇരിക്കൂ. Please. बैठ जा. Finally, have you decided? ഇല്ല, അങ്ങനൊന്നും. Yes, we have decided. ഞങ്ങൾ ഞങ്ങളുടെ വീടും പറമ്പും എല്ലാം നിങ്ങൾക്ക് വിൽക്കാൻ തീരുമാനിച്ചു. Oh, that's fine. Fantastic. Congratulations. അവരെന്നില്ല ഞാൻ തരാം. What's this? പക്ഷേ ഞങ്ങൾക്ക് അവിടെ ഒരു മുത്തശ്ശിയുണ്ട്. വീടിന് വിലയിടുമ്പോ അവരും പെടുവോ? അതിനല്ലേ ഓൾഡ് ഏജ് ഹോം, ഫുള്ളി എയർ കണ്ടീഷൻ. That's right. ഞങ്ങളുടെ പ്രോജക്റ്റിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കീമായത്. ഈ ഓൾഡ് പീപ്പിളിന് വേണ്ടി ഞങ്ങൾ. ഓക്കെ, ठीक है, ഫൈൻ. ബോംബെയിലെ എന്റെ ചില സുഹൃത്തുക്കൾക്ക് ഇവിടെ ലാൻഡ് വേണം. നിങ്ങൾ തരുമോ? പിന്നെ എന്താ തന്നാൽ? Keep quiet. നിങ്ങൾ എന്താ വിചാരിച്ചത് ഞങ്ങൾ ഭൂമി കച്ചവടക്കാരാണെന്നോ? Who are you? इसमें तेरे को बोलने क्या हक है? ഇതൊക്കെ ഇവിടുത്തെ ചില പാവങ്ങളുടെ അടുത്ത് ചെലവാവും. വേഷം കൊണ്ടോ ഞങ്ങൾക്ക് വേണ്ട. അവന്റെ ഒരു കുബേര. बोल देता हूँ.
നിതിൻ എന്താ ഇങ്ങനെ വയലന്റ് ആവണേ? ഫ്രണ്ടാ എന്റെ അല്ല ജീവന്റെ. ഇപ്പൊ പോയ പെണ്ണ്, ആ മൊണ്ണ മാഷ്, പിന്നെ ആ നീല, ഇവരെ മൂന്നുപേരെ നമ്മുടെ വഴിക്കാക്കിയാൽ എല്ലാം ശരിയാവും. ഈ കേളുജിയെ പറയുന്നേ. എന്താ ചായിക്കോളൂ. അമ്മയ്ക്ക് എങ്ങനെ ഓരോന്ന് പറയേ വേണ്ടു. ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്കല്ലേ അറിയൂ. എന്റെ കാലം കഴിയണവരെങ്കിലും അമ്മയോട് ഞങ്ങളുടെ കൂടെ പോരാൻ എത്ര കാലമായി പറയണു. പ്രായമായി വയ്യാണ്ടായി എന്നൊക്കെ ഒരു വിചാരം വേണ്ടേ? മുത്തശ്ശിയുടെ ഇഷ്ടം എന്താച്ചാ അങ്ങനെ ആവാം. എന്റെ ഇഷ്ടം. നല്ല കഥ. ഈ വീടും പറമ്പും നിന്റെ പേരിലാന്നറിയാലോ. ഇതേ കുടുംബ സ്വത്തല്ല, നിന്റെ മുത്തശ്ശൻ ക്ക് തന്നതാ. നിന്റെ പേരിലാക്കിയത് എന്തിനാ? എന്തിനാ? അല്ലായിരുന്നെങ്കില് ഇവര് ഇതിനകം ഇത് 10 വട്ടം വിറ്റു തൊലച്ചേനെ. അതെങ്ങനെ മുത്തശ്ശി 10 വട്ടം വെക്കണേ? ഒരിക്കലല്ലേ വിൽക്കാൻ പറ്റൂ. അല്ല കുട്ടി, സത്യത്തിൽ ഇത് കുടുംബസ്വത്ത് തന്നെ. പേരിന് നിന്റെ മുത്തച്ഛൻ വാങ്ങിയതായി കാണിച്ച് വീണ്ടും എന്റെ പേർക്ക് എഴുതിയതാ. അറിയോ? അല്ല, അതെന്തിനായിരുന്നു കൃത്രിമം? അതൊക്കെ വലിയ കഥയാ. കാരണവരുടെ ക്ഷാത്രം ദുഷ്ടത്തരാ. ഒരാളെ ഒഴിവാക്കാൻ ചെയ്തതാ. അത്ര അറിഞ്ഞാ മതി. എന്തായാലും വേഗം തീരുമാനിക്കണം. നാഴികയ്ക്ക് 40 വട്ടം വന്നു പോവാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. എനിക്ക് അവിടെ 100 കൂട്ടം പണിയുള്ളതാ. അല്ല പിന്നെ പകയുടെ കറിയില്ല ഈ മുതല് ഞാൻ വിൽക്കില്ല. നീ ഇത് വിൽക്കേ വാങ്ങേ എന്താ വേണ്ടച്ചാ ചെയ്തോ. ഞാനിത് വിറ്റാലോ? ആയിക്കോ, അതിന് ഞാൻ ഒപ്പിടുന്നല്ലോ. അല്ല, സ്ഥലം വിൽക്കുന്ന കാര്യാ? വിൽക്കുകയാണേ പറ, ഞാൻ വാങ്ങിച്ചോളാം. ശിവ ശിവ, എന്റെ ഗുരുവായൂരപ്പാ. എടാ, ഞാൻ സീരിയസ് ആയിട്ട് പറയുക. നീ കൊടുക്കുന്നെങ്കിൽ ഞാൻ വാങ്ങിക്കാം. പക്ഷെ അവകാശം നമുക്ക് 2 പേർക്കും ആയിരിക്കും. എന്താ പറയുന്നു? ക്യോ അച്ഛനെ ലഗാ. അസ്സലാമലൈക്കും മാഷേ. സമയം നോക്കാതെ വരുന്നവരാണ് അതിഥികൾ എന്നാണ് പറയാറ്. പക്ഷെ നിങ്ങളിപ്പോ വന്നത് നല്ല സമയത്താ. ഇന്നെന്താ പ്രത്യേകത മാഷേ? ഇന്ന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അകത്തുനിന്ന് നല്ല സാമ്പാറിന്റെ മണം വരുന്നു. ആരാ അടുക്കളയില്? അടുക്കളയിൽ വനിത മാത്രമേ ഉള്ളൂ. പറ്റുമെങ്കിൽ ഒരു കൈ സഹായിക്കുക. അതിനെന്താ, അവലോ വാടാ. വാ ബിൽക്കുൽ ബിൽക്കുൽ. ശരിയാക്കി തരാ. തള്ളല്ലേ? ഒരു സദ്യവട്ടം തന്നെ ഉണ്ടല്ലോ. രഹസ്യാണ്, മാഷോട് പോലും പറയരുത് കേട്ടോ. ഡോണ്ട് വറി, പറയില്ല. ഇന്നേ മാഷിന്റെ പിറന്നാളാ. അമ്പടാ, ആള് കൊള്ളാവല്ലോ. വനിത ജീവൻ ഒരു എക്സ്പെർട്ട് കുക്കാണ്. അതെയോ? എന്നാ കൂടിക്കോളൂ. പച്ചക്കറികൾ മാഷ്ക്ക് ഇന്നേ കംപ്ലീറ്റ് റെസ്റ്റാ. ഇതെല്ലാം ഒറ്റയ്ക്ക് തയ്യാറാക്കി. അവന് വിശ്വാസം വരില്ല. അതേന്നേ. ഇപ്പൊ ഒറ്റയ്ക്കല്ലോ ആണോ? അതെന്താ? ഹം സബ് സാത്ത് മേ ഹൈ നാ. ഞങ്ങളും കൂടി ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഐ ന്യൂ സംതിങ് വാസ് കുക്കിംഗ്. ഇനി എന്റെ സഹായം വല്ലതും വേണോ? ഇതൊക്കെ ഒന്ന് കഴിച്ചു ചേർക്കാൻ സഹായിച്ചാ മതി. ഓക്കേ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. മാഷിനൊരു ചെറിയ ഉപഹാരം. താങ്ക് യു. യു ആർ വെൽക്കം. ഇതാണോ? മാഷ് എന്താ കഴിക്കാത്തെ? അല്ല, അപ്പുവിനെ ഇന്ന് സ്കൂളിൽ അയക്കണമായിരുന്നില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാവും അറിയില്ലായിരുന്നല്ലോ. ഡോണ്ട് വറി മാഷേ, നമുക്ക് അപ്പൂനെ കൊണ്ട് ഔട്ടിങ്ങിന് പോവാം. അല്ലടാ? കഴിക്കൂ കഴിക്കൂ മാഷേ. ഉപ്പുമുളകൊക്കെ പാകത്തിനാണോന്ന് അറിയില്ല. കഴിക്കടോ. താങ്ക് യു. അതെ, സദ്യ ഗംഭീരായ സ്ഥിതിക്ക് ഇനി ഒരു കവിതയാവാം അല്ലേ? മാഷ് ഇതൊന്നും വായിക്കൂ. അയ്യോ, ഇത് വായിക്കാനൊന്നും കൊള്ളില്ല. ഞാൻ വെറുതെ കുത്തിക്കുറിച്ചതാ. ഓഹോ, സോ വാട്ട്? പ്രണയമേതുപോൽ തൂവൽ മുളയ്ക്കുന്ന പുലരി പോലെയോ പൂവുകൾ പോലെയോ ഹൃദയരക്ത സിന്ദൂരം പടർന്നെഴും ഒരു വിലാപമാമൂവ. ഇത് ഞാൻ വായിച്ച ശരിയാവില്ല. എഴുതിയ ആൾ തന്നെ വായിക്കുന്നതാണ് നല്ലത്.
ഈണം ഉണ്ടാവുമല്ലോ. Excellent. क्या गाय एकदम झकास. എടാ പോണ്ടേ? മാഷ് വരുന്നോ? നമുക്ക് അപ്പുനെയും കൂട്ടാം. ഇന്ന് വേണ്ട, വേറെ ദിവസം ആവാം. As you wish. Bye. Come on, ജീവൻ. അതെ, ആ മംഗലത്തൊടിക്കാർ വന്നിരുന്നു. എന്തിനാ? ജീവന് വേണ്ടി നിന്നെ ആലോചിക്കാൻ. എന്നിട്ട് ആലോചിച്ചോ? ഉത്തരം നീയല്ലേ പറയണ്ടേ? ഞാൻ എന്താ പറയണ്ടേ? നിനക്കെന്താ നാക്കില്ലേ? മാധവിയമ്മേ, മാധവിയമ്മയ്ക്കൊന്ന് ആലോചിച്ചാലോ? എനിക്കിപ്പോഴേ കല്യാണപ്രായമൊന്നും ആയിട്ടില്ല. ആവുമ്പോ പറയാട്ടോ. ദേ കൊറേ കൂടുന്നുണ്ട് കേട്ടോ. ഒരു പരിധിയിലായ എല്ലാം നല്ലതാ. എന്റെ അമ്മയല്ലേ. വഴിക്ക് ഞാൻ പറയട്ടെ, ഇപ്പൊ നീ വിചാരിക്കുന്ന എന്താണെന്ന്? സുകന്യ വിളിച്ചില്ലേ? എല്ലാം അവസാനിച്ചെന്ന് പറയാൻ. ഞാൻ പാതി ഉറക്കത്തിൽ കേട്ടു നിന്റെ മൂളലും ഞരങ്ങലും ഒക്കെ. പോനാൽ പോകട്ടും പോടാ. ഇതാണ് കുളം. ജീവൻ ശരിക്കും തുടങ്ങി. മാജിക്കൽ, മാർവലസ്. സ്ഥലം കൊള്ളാം. മംഗലം തൊടിക്കാർ പൊന്നുമോന് കണ്ടുപിടിച്ച പെണ്ണും കൊള്ളാം. വനിത. നീ എന്ത് പറയുന്നു? നീ പറയല്ലേ? I can tell from your face, you know. Sala, you have fallen in love. Come. അതിന്റെ പേരിലെങ്കിലും ഒന്ന് വിളിക്കടാ മോനെ. അത് വിട്ടുകളാ. നിനക്ക് അവളോട് അത് പറയായിരുന്നില്ലേ? അതിന് നിനക്ക് അവളെ ഇഷ്ടമല്ലേ? अब क्या बात उल्टा हो गया? She is a good friend. That's all. Friend. അത്രേ ഉള്ളൂ? Yes, that's it. Are you jealous? No. എനിക്ക് തോന്നുന്നതേ അവൾക്ക് നിന്നെയാണ് ഇഷ്ടം. നമ്മക്കിടെ ശല്യത്തിനൊരു പെണ്ണ് നടക്കില്ല മോനെ. അവളെ അങ്ങ് കൊന്നു കളയാം. Simply kiss. Let's now settle the issue. To tell you frankly, എന്റെ പ്രിയപ്പെട്ട മാഷിന്റെ ഒപ്പം നിൽക്കുന്ന നിങ്ങളെല്ലാവരും എന്റെ പ്രിയപ്പെട്ടവരാ. ഈ ഗ്രാമം സേവ് ചെയ്യാൻ മാഷ് നടത്തുന്ന ശ്രമങ്ങളിലെല്ലാം നിങ്ങൾ എപ്പോഴും ഒപ്പം ഉണ്ടാവണം. എന്തേ, തയ്യാറല്ലേ? എന്നാ പിന്നെ നമ്മുടെ പെമ്പള വീട്, പെമ്പള വീട് അവിടെ സുഖമാണ്. തീക്ക് പോയപ്പോ നത്ത് കടിച്ചെന്റെ കൈയൊടിഞ്ഞ്, കാലു കടഞ്ഞെന്റെ വീട്ടിൽ വന്നപ്പം പൂച്ച കുഞ്ഞിന് ചോറ് കൊടുത്തപ്പം, കൈ നിവർന്നേ എന്റെ കൈ നിവർന്നേ. ആടി മലിസെ കോടി വയലസെ ആടി മലിസെ, ഞാറുകുത്തടി വെള്ളം തേവടി കളവറിക്കടി വളമിറക്കടി വാളെടുക്കടി കതിര് കൊയ്യടി കറ്റ കെട്ടടി ചുമ ചുമക്കടി തുള്ളിച്ചാടടി. മഹാറാണിയോട്
ജോർജ് തിരുമേനി മേവുന്ന ലണ്ടനിത GS വിളിക്കൂ മേരി മഹാറാണിയോട് ജോർജ് തിരുമേനി മേവുന്ന ലണ്ടനിത GS വിളിക്കൂ അമ്പളെ വന്നത്താണേ നമ്മുടെ പെമ്പള വീട് കലവിള പെമ്പള വീട് അവിടെ സ്വഗവാണി. എന്താ നിർത്തിക്കുന്നത്? ഞങ്ങൾ മാഷ കാത്തിരിക്കുവായിരുന്നു. ഒടുവിൽ നിങ്ങളെ സ്വാതന്ത്ര്യമായിട്ട് ആഘോഷിച്ചോട്ടെന്ന് കരുതിയല്ലേ ഞാനും അപ്പു മാറി നിന്നത്. മാഷെ, വസ്തു വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും പേര് ഈ കടലാസിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഇതാ നോക്കിയോ. കൊള്ളാം. പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാം, നാളെ കാലത്ത് വെള്ളം ഇറങ്ങുമ്പോ ഞങ്ങൾ ആരും ഒപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞേക്കരുത്. ഇല്ല ഇല്ല, ഒറ്റക്കെട്ടായിട്ട് ഞങ്ങള് മാസ്റ്റർ പറയുന്നുണ്ട്. ഒറ്റക്കെട്ട് ഒറ്റക്കെട്ട് മാഷിന്റെ മതി മതി, മീറ്റിംഗ് പിരിച്ചു വിട്ടിരിക്കുന്നു. മീറ്റിംഗ് പിരിച്ചു വിട്ടു. സൂക്ഷിച്ചൊക്കെ പോണം. പൊറിഞ്ചു വീട്ടിൽ കൊണ്ടാക്കണോ? മാഷ ആളെ കളിയാക്കരുത്. പൊറിഞ്ചു നടന്നു പോകാൻ പറ്റില്ലെങ്കിൽ അകം ഹരേ. യുഗയുഗാന്തരങ്ങളായി സംഘടിച്ച ശക്തിയെ തകർക്കുവാൻ തളർക്കുവാൻ കാരിരുമ്പ് കോട്ടകൾ സമരത്തിന്റെ രൂപം മാറും രൂപം മാറും ഭാവം മാറും സാമ്രാജ്യത്തെ കഴുകന്മാർക്ക് വിടുപണി ചെയ്യും കേളുതി. മറയ്ക്കാൻ പറ്റിയൊരു മോന്ത ജാനബേ. കാണും ഒരു പണിയില്ലാണ്ട് ഇറങ്ങിക്കോളൂ കുറെ എണ്ണം. ജാഥ അത്ര ജാഥ. ഇവന്റെയൊക്കെ ജാതകം എന്താവോ ഇവരെയൊക്കെ റോട്ടിൽ ഇറക്കുന്നവർ വേണം. നീ അവരെ തൊട്ട് കളിക്കരുത്. എന്തായാലും നല്ല ഉശിരം പ്രകടനം. ബിരിയാണിയും കാശൊക്കെ കിട്ടുമായിരിക്കും അല്ലേ? എന്താ അവരോടൊപ്പം കൂടിയെ കൊള്ളാവുന്നുണ്ടോ? ഒരു വാഹ പറഞ്ഞാ ചെയ്യില്ല. അവന്റെ ബിരിയാണി എംഡി എന്റെ ഞെരിയാണി കിടക്കും. വൃത്തിയേട്ടവൻ. ജീവൻ, ഇന്ന് രാവിലെ ഊരു ചുറ്റിലൊന്നുമില്ലല്ലോ? ഇല്ല. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മനുഷ്യന് പല്ല് വെക്കണ്ടേ? പല്ല് കൊഴിയുന്നതിന് മുമ്പ് എടുക്കേണ്ട ചില തീരുമാനങ്ങളുണ്ട്. ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനത്തിലെത്തി. ഒതുക്കുള്ള കൂട്ടത്തിലല്ല, പൊതുപ്രവർത്തന മുഖ്യം. വീട്ടിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. ഞങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ആവാന്നാ. അതെന്താ അങ്ങനെ പറയണേ? തന്റെ ഫ്രണ്ടിന്റെ അഭിപ്രായം മറിച്ചാവും. രണ്ടുപേരും കൂടി ചുറ്റിക്കറങ്ങി വരുന്നത് കണ്ടു. അതിപ്പോ അവൻ എന്താ നിന്റെ അഭിപ്രായം? കുഴപ്പം തോന്നിയില്ല. പക്ഷെ അഹമ്മദി കുറച്ച് കൂടുതലാ. എന്താ റൗണ്ട് ടേബിൾ കോൺഫറൻസ്? കുछ गड़बड़ है क्या? ഏയ് നത്തിങ്, ഒന്നുമില്ല. ഭൂക്ക് ലഗി ഹൈ സോർ കി. എന്റെ മുത്തശ്ശി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ലേ? ഞാൻ ഇഡ്ഡലി എടുത്തു വെക്കാം. അതാണ് കാര്യം. The best way to a man's heart is through his stomach. എന്താ പറയുന്നു? ജീപ്പ് ലേശം പിന്നോട്ടെടുക്കൂ ബ്രദർ. സൗകര്യമില്ലല്ലോ ബ്രദർ. ഞാൻ പറയാം സഹോദരാ, MD പറഞ്ഞത് കേട്ടില്ലേ? വണ്ടി ലേശം പിന്നോട്ടെടുക്കാൻ. സാർ, ചിലപ്പോ ഈ വണ്ടിക്ക് റിവേഴ്സ് ഗിയർ ഇല്ലായിരിക്കും. ഇത്തരം വണ്ടികള് ജങ്ക് യാർഡിൽ കൊണ്ട് ഡംപ് ചെയ്യാ വേണ്ടത്. എന്താടാ, എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ആ വണ്ടിയുടെ റിവേഴ്സ് ഗിയർ ശരിയായിക്കൊണ്ടിരിക്കുക. വണ്ടി എടുത്ത് നമ്മൾ റിവേഴ്സ് എടുത്ത് കൊടുക്കുന്നതല്ലേ അതിന്റെ ഒരു കോംപ്രമൈസിംഗ് ആറ്റിറ്റ്യൂഡ്. ഇവനൊന്നും അധികം അങ്ങനെ വിലസണ്ട ഇവിടെ. എടുക്കണോ? നമ്മൾ വിചാരിച്ചത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുന്നില്ല. ഒന്ന് പാളിയാൽ എല്ലാം പോവും. സാംസ്കാരിക മേളയിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിയാൽ നമ്മൾ ജയിച്ചു. എതിരാളികൾ അവരെ നിശബ്ദരാക്കേണ്ടി വരും.
രാഷ്ട്രീയ പാർട്ടികളുടേതടക്കമുള്ള ചാനലുകളും പത്രങ്ങളും വിലക്കെടുത്ത് എന്റെ സാമ്രാജ്യം ഞാനിവിടെ സ്ഥാപിച്ചെടുക്കും. ഗ്ലോബൽ വില്ലേജ്, ദാറ്റ്സ് മൈ ഗോൾ. ദേവി പൂമകളെ മുകുന്ന വനിതേ വെൺമുത്തുരത്നങ്ങളാൽ വാരിക്കോരി നിറച്ച ചൂർണ കലശം കൊണ്ടാടും ആനന്ദമേ. ധന്യേ നയനോത്ഭവലോപവസുദാന സമ്പത്തു ധന്യാത്മികേ. എങ്ങനെയാണ് കിളിത്തൂവൽ കിളിയുടെ മുമ്പിൽ പാറി വീണത്? ഇങ്ങനെ 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 എന്ന് എഴുതാൻ പറ്റൂ അപ്പൂ? താണുതാണ് അങ്ങനെ മാറി വീണു. ആ ഇതാരാ ഈ സമയത്ത്? നിതിൻ ചേട്ടനാവും. അത് ജീപ്പല്ലേ അപ്പൂ? ആ അപ്പൊ അകത്ത് വരുത്ത് പഠിച്ചു. ചെല്ല. നമസ്കാരം. വെട്ടോ വിളിച്ചോ ഉള്ളപ്പോ തന്നെ വരണമെന്ന് വിചാരിച്ചതാ. ഞാനാ പറഞ്ഞത് രാത്രി പോകുന്ന സൗകര്യമൊന്ന്. മാഷ് സ്വസ്ഥായിരിക്കണ സമയാ അത്. പകലാവുമ്പോ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. ഇതാണ് ഞങ്ങളുടെ MD. വെരി നൈസ് ടു മീറ്റ് യു സർ. ഗുഡ്. സത്യം പറഞ്ഞാൽ മാഷിന് ഞങ്ങളോടുള്ള പ്രൊട്ടസ്റ്റിനെ കുറിച്ചോ മെമ്മറാൻഡത്തെ കുറിച്ചോ ഒന്നും സംസാരിക്കാനല്ല ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങൾക്ക് മാഷിന്റെ അഡ്വൈസ് വേണം. യു ആർ എ ഗുഡ് യു ആർ എ വെരി ഗുഡ് ടീച്ചർ. ഒരുപാട് അറിവുള്ള ആളാണെന്നൊക്കെ പറയുന്നത് കേട്ടു. ഇത് ഞങ്ങളുടെ പ്രോജക്ട് റിപ്പോർട്ടാണ്. ഒരു ഹാഫ് ആൻ അവർ സ്പെയർ ചെയ്യാമെങ്കിൽ ഞാനിതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. എന്നിട്ട് മാഷ് പറയണം ഇതിൽ എൻവയൺമെന്റിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ടെന്ന്. ആ അഡ്വൈസ് ഞങ്ങൾ സ്വീകരിക്കും വിത്ത് ഡ്യൂ റെസ്പെക്ട്. ദിസ് റിപ്പോർട്ട് ഈസ് എ ട്രൂ. എനിക്കിപ്പോ സമയമില്ല. നാളെ അപ്പൂര് പരീക്ഷയാണ്. അവന് വല്ലതും പറഞ്ഞു കൊടുക്കണം. പെൻഷൻ പറ്റിയിട്ടും പഠിപ്പിക്കൽ നിർത്തിയിട്ടില്ല. അതങ്ങനെ ഒരു ജീവിതം. ഞാൻ പറഞ്ഞില്ലേ, മാസ്റ്റർ ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യാം. I'll keep the file here. സൗകര്യം പോലെ നോക്കിയാൽ മതി. മാഷിന് തോന്നുന്ന അഭിപ്രായങ്ങൾ ഇതിൽ നോട്ട് ചെയ്തോളൂ. റെഡിംഗിലായാൽ വളരെ സൗകര്യമാണ്. ഈ പിള്ളേരുടെ പരീക്ഷാ പേപ്പർ നോക്കുന്ന പോലെ ചുമ്മാ. എന്നാ പിന്നെ മാഷിന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾ കളയുന്നില്ല. ഇന്റർനാഷണൽ സ്കൂളിന്റെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എ റെസിഡൻഷ്യൽ സ്കൂൾ വിത്ത് IT ഫെസിലിറ്റീസ്, അതും ഞങ്ങളുടെ പ്രോജക്റ്റിന്റെ ഒരു ഭാഗമാണ്. ഈ വില്ലേജിൽ നിന്നും പാവപ്പെട്ട 100 സ്റ്റുഡൻസിനെ ഫ്രീ ആയിട്ട് ഞങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിങ്ങനെ കാഷ്വൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. എന്നാലും മാഷ് ഞങ്ങളുടെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആയ കൊള്ളാമെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. Hey, come on. Bring it here. Yes, sir. You may go. Okay, sir. This is a small and humble present for you. എന്താ അത്? മാഷിനൊരു വേൾഡ് അറ്റ്ലസ് വിത്ത് 3-dimensional pictures. സ്ഥലങ്ങൾ ശരിക്കും നേരിട്ട് കാണുന്ന പോലെ ഇരിക്കും. I brought it all the way from Singapore only for you. അതെ, ഇതൊരു സാമ്പിൾ. ഓരോ തവണ പറന്നിട്ട് വരുമ്പോഴും എന്തൊക്കെ സാധനങ്ങളാ കൊണ്ടുവരുന്നത്. പ്ലീസ്. എന്തായാലും എനിക്ക് ഈ സാധനം ആവശ്യമില്ല. സ്കൂൾ തുടങ്ങാൻ പോവാണെന്നല്ലേ പറഞ്ഞത്. അവിടുത്തെ കുട്ടികൾ ചിലപ്പോൾ പ്രയോജനപ്പെടും. കൊണ്ടുപോയിക്കോളൂ. ഓക്കെ. മാഷ് പറഞ്ഞതിന്റെ ബ്രോഡ് സെൻസ് എനിക്ക് മനസ്സിലായി. വൺ റിക്വസ്റ്റ്, മാഷ് ഞങ്ങളെ ശത്രുക്കളായി കാണരുത്. ഇല്ല, മിത്രങ്ങളായും കാണുന്നില്ല. അതെ. So we are friends. I'll prove it. I'll prove that we are friends of this village. Good night. പിന്നെ രാത്രിയില് എന്താടാ വിളക്കന്നെ? നിന്നെ കണ്ട് പറഞ്ഞ പോലെ അനുസരിച്ചാ നിനക്ക് നല്ലത്. കാര്യം പറ. ആ അഹങ്കാരി പെണ്ണിനെയും മറ്റേ വരത്തൻ ചെക്കനെയും പിന്നെ ആ മൊണ്ണ മാഷെ ഒതുക്കിയല്ല ശുഭായി. നോക്കാം, പക്ഷെ ചൊള ഇറക്കേണ്ടി വരും. ചോള ഈ നാട് മൊത്തം നിന്റെ പേർക്ക് എഴുതി തരാൻ ഗുവേര സാറിനോട് ഞാൻ പറയാം. എന്താ ഇട കിട്ടിയത് മേടിച്ചോണ്ട് ഈ 2 അടിച്ച് സുഖമായിട്ട് കിടക്കാൻ നോക്കടാ. ശരിയപ്പ ഇനിയും കാണട്ടാ. ആരെങ്കിലും കാണുമോ? ഇതെന്താ? ശീർഷാസനം. ഓ, എന്താ വനിതയ്ക്ക് അഭ്യാസം പഠിക്കണമെന്നുണ്ടോ? ചുരുങ്ങിയ ചെലവിൽ. വേണ്ട. ഇങ്ങനെ നിന്ന് നോക്കുമ്പോ കാണാൻ നല്ല രസാട്ടോ. നേരെ നോക്കുമ്പോ എന്നെ കാണാൻ രസമില്ലേ? അയ്യോ, വെള്ളം ചൂടായിട്ടുണ്ടോ?
വനിത എന്താ ചോദിച്ചത്? എന്നെ കാണാൻ രസമില്ലേ? എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടം മാത്രമേ ഉള്ളൂ, പ്രേമമില്ലേ? ഇങ്ങനെയൊക്കെ അല്ലേ വനിത ചോദിക്കാൻ പോകുന്നത്. പക്ഷേ ഞാൻ ഹൃദയം കൊടുത്തുപോയി മൈ ഡിയർ ഗേൾ. ബട്ട് യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. ബെസ്റ്റ് ഫ്രണ്ട്. യാ യെസ്. വനിതയ്ക്ക് അറിയോ, ചേരേണ്ടതേ ചേരൂ, അല്ലാത്തത് തലകുത്തി നിന്നാലും ചേരില്ല. എനിക്ക് എല്ലാരെയും ഇഷ്ടം. അതിൽ ആർക്കൊക്കെ എന്നോട് ഇഷ്ടമുള്ളതെന്ന് ഞാൻ ആലോചിക്കാറില്ല. സോ ലെറ്റ്സ് ബി ഫ്രണ്ട്സ്, അല്ലേ? Nathan, right arm over. Oh. Let's go. Catch. എടാ, ഇവിടെ വന്നതിന് ശേഷം തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ വയ്യ. എന്നാ നീ ഇവിടെ തന്നെ കൂടിക്കോ, കളിയും കോപ്പുമായിട്ട്. ശരിയാ, ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട്. അല്ലടാ തടിയാ. കൂനില്ല കുന്നിന്മേലൊരു കാണാ പെരുമരമുണ്ടേ, കൂനില്ല കുന്നിന്മേലൊരു കാണാ പെരുമരമുണ്ടേ, കാണാ പെരുമരമതിലങ്ങൊരു കൂടുണ്ടേ, ചെറുകൂടുണ്ടേ. പോരുന്നോ പോരുന്നോ ചെറുകുഞ്ഞാറ്റ കിളിമകളെ. കൂനില്ല കുന്നിന്മേലൊരു കാണാ പെരുമരമുണ്ടേ, പെരുമരമുണ്ടേ, മരമുണ്ടേ. അരിമുല്ലപ്പൂവിന്റെ മണമെന്നും മറക്കുവാൻ കഴിയില്ലെന്നൊരു വരി കവിതയ്ക്കു വകയുണ്ടെന്നിരിക്കും പങ്കാളി പറഞ്ഞൊരു കൊച്ചു കുരുവി കുഞ്ഞൊരു കുടം തേൻ കുടിച്ചടി പിടി അലസല നടന്നെന്ന് പറയുന്ന കഥ ഇത് ശരിയല്ല. നലയും പകിറയ്ക്കുന്ന തലതല്ലി കാറ്റേ. കൂനില്ല കുന്നിന്മേലൊരു കാണാ പെരുമരമുണ്ടേ, തിരുമരമുണ്ടേ, മരമുണ്ടേ. രാവോളം പാടിയുറക്കാൻ പാട്ടുണ്ടേ, പാട്ടുണ്ടേ. ചാവോളം കൂടെ ഇരിക്കാൻ ഞാനുണ്ടേ, ഞാനുണ്ടേ. മാനോളം പ്രേമം പകരാൻ കരളുണ്ടേ, എൻ കരളുണ്ടേ. കുഞ്ഞാറ്റ കിളിമകളെ. ചൊരിയുന്നു അരിമുല്ലപ്പൂവിന്റെ മണമെന്നും മറക്കുവാൻ കഴിയില്ലെന്നൊരു വരി കവിതയ്ക്കു വകയുണ്ടെന്നിരിക്കും പങ്കാളി പറഞ്ഞൊരു കൊച്ചു കുരുവി കുഞ്ഞൊരു കുടം തേൻ കുടിച്ചടി പിടി അലസല നടന്നെന്ന് പറയുന്ന കഥ ഇത് ശരിയല്ല. നലയും പകിറയ്ക്കുന്ന തലതല്ലി കാറ്റേ. കൂനില്ല കുന്നിന്മേലൊരു കാണാ പെരുമരമുണ്ടേ, കാണാ പെരുമരമതിലങ്ങൊരു കൂടുണ്ടേ, ചെറുകൂടുണ്ടേ. പോരുന്നോ പോരുന്നോ ചെറുകുഞ്ഞാറ്റ കിളിമകളെ. തെയ്യും തത്ത തെയ്യും താഹ തെയ്യും തത്ത തെയ്യും. കേളുവാശൻ എന്താ ഇതിലെ? അല്ല, ഇതുവഴി പോയപ്പോ ഒന്ന് കേറിപ്പോയി, അത്രേ ഉള്ളൂ. ഇതിനു മുൻപ് ഇതുവഴി പോയപ്പോ ഒന്നും കേറിയിട്ടില്ലല്ലോ. അതെ, പെരക്ക ഇപ്പൊ ലേശം കൂടുതലാ. നടന ഗ്രാമം എവിടെ വരെ ആയി കാര്യങ്ങൾ? സക്സസ്. വളച്ചിട്ടില്ലാത്ത കാര്യം പറയാം. മീറ്റിംഗും ജാഥയൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു കലാകാരി എന്ന നിലയിൽ സെൻഗ്വേര സാറുമായി ഒന്ന് സഹകരിച്ചൂടെ? അല്ല, കമ്പനിയുമായിട്ട് സഹകരിച്ചൂടേന്ന്. അതിപ്പോ കുട്ടി, നമ്മുടെ കലയും നൃത്തവും ഒക്കെ ഇപ്പൊ വിദേശികൾക്കേ വേണ്ടൂ.
കുട്ടിയുടെ മനസ്സ് മാറിയെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ശങ്കുവര സാറിനോട് പറയാം. ശങ്കുവരനോ? സെൻകുവേര സാറിനോട് പറയാം. ഓ. കുട്ടിയുടെ ഈ സ്ഥാപനം അദ്ദേഹം വലിയ നിലയിൽ എത്തിക്കും. ഫോറിനേഴ്സ് വരും, ഡോളേഴ്സ് തരും. ഒരു 6-6 മാസത്തെ വിദേശ പര്യടനവും തരാക്കാം. ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്, റോളണ്ട്, പോളണ്ട്, ചെക്കോസ്ലോവാക്യ, തുർക്കി, ആംസ്റ്റർഡാം. തൽക്കാലം വേണ്ട, തോന്നുമ്പോ പറയാം. അല്ല, എങ്ങനെയുണ്ട് കുട്ടികളുടെ പാണ്ഡവം? എന്താ കഴിവ്? പാടവം പഠിപ്പിച്ചു തുടങ്ങിയല്ലേ ഉള്ളൂ. വാസനയുള്ള കുട്ടികളെ ആദ്യ ക്ലാസ്സിൽ തന്നെ തിരിച്ചറിയാം. അറിയണം. നോക്കട്ടെ. പോരാ. എന്ത് വാസന പോരാ. കുട്ടിക്ക് വരൂ. വിടരുന്ന താമരയുടെ മുദ്ര കാണിക്കൂ. താമര ഇങ്ങനെ വിരിയ? എന്താ ഇങ്ങനെയല്ലേ? വിരിഞ്ഞ് വരണ്ടേ? കുട്ടി, താമര വിരിയുന്നത് വിരലുകളിൽ മാത്രം ആവരുത്, മുഖത്തും കൂടി വേണം, പ്രത്യേകിച്ച് കണ്ണുകളിൽ. ഇതാ നോക്കൂ. അതൊരു സമസ്യയല്ലേ? ആണോ? എല്ലാം ഓരോ സമസ്യയല്ലേ. സമസ്യയുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും എത്തിയല്ലോ. കുട്ടി അങ്ങോട്ട് പോയിക്കോളൂ. ചങ്ങാതി എവിടെ? അവൻ ടൗണിൽ പോയി. രണ്ടുപേരും 2 റൂട്ടാണല്ലേ? ലക്ഷ്യം ഒന്നാണെങ്കിലും ചങ്ങാതിയുടെ റൂട്ടാണ് ശരിയെന്ന് തോന്നുന്നു, അല്ലേ കുട്ടിയെ? എന്താ നോട്ടം? എന്നാ പിന്നെ ഞാൻ വരട്ടെ. ആള് കാക്കക്കണ്ണല്ലേ? ലേശം ചെരിഞ്ഞ റൂട്ടാ. ചെരിവ് മാത്രല്ല, ചെറ്റത്തിനുണ്ട്. അവൻ ആള് കുഴപ്പക്കാരനാണ്. മനസ്സിലായില്ല. അവനൊരു എല്ല് കൂടുതലാണെന്ന്. അത് അടിച്ചൊടിക്കണോ? ഇങ്ങോട്ട് വിട്ടേക്കൂ. കേളിജി ഏറ്റോ? അതോ നമ്മുടെ ഏറ്റിട്ട് നടന്നില്ലെങ്കിൽ ഏറ്റവന്റെ എല്ലാം ഒടിക്കും. എന്റെ ഒരു മിനിറ്റ്. ഞാൻ കൊറിയോഗ്രാഫി ചെയ്ത ഒറ്റയാൻ എന്ന കൂടിയാട്ടം കണ്ടിട്ടില്ലല്ലോ. കൊടും കാട്ടിലകപ്പെട്ട ചാക്യാർ. അതാ മതമിളകി വരുന്ന ഒറ്റയാൻ. ചാക്യാർക്ക് കുലുക്കമില്ല. ദൃഷ്ടി ഉറപ്പിച്ചാനയെ ഒന്ന് നോക്കി, പിന്നെ ആന അവിടെ നിന്നില്ല. പിണ്ടമിട്ട് വാലും ചുരുട്ടി ഒറ്റ ഓട്ടം. ഇങ്ങനെ ഒന്ന് പ്രയോഗിച്ചു നോക്കിയാലോ? ഈ നാട്യമൊക്കെ തന്റെ അരങ്ങിൽ മതി. നമുക്ക് വേറെ വഴി നോക്കേണ്ടി വരും. അതെ, ലോകധർമ്മി. ബദ്മാഷ്. ഉസ്കോ ഖലാസ് കർനാ പടേഗാ. അത് മനസ്സിലായില്ല. താൻ മനസ്സിലാക്കണ്ട. തന്ത്രങ്ങളിൽ മാറ്റം വരുത്തിയേ പറ്റൂ. ഇത് വൈദ്യരുടെ കടയാണ്. അവിടെ വെക്കാം. നിങ്ങള് ഇത് ഇലക്ട്രിക് പോസ്റ്റ് എംഡി സാർ, ജീവൻ വരുന്നു. ഓ, ഗുഡ് മോർണിംഗ്. ജീവൻ എങ്ങോട്ടാ? ഒന്ന് ടൗൺ വരെ, അച്ഛന്റെ ടിക്കറ്റ് കൺഫേം ചെയ്യണം. അപ്പൊ അച്ഛനും അമ്മയും പോവാണോ? അതെ. എന്താ? അല്ല, അതിനുമുമ്പ് പ്രോപ്പർട്ടിയുടെ അഗ്രിമെന്റ് സൈൻ ചെയ്യണ്ടേ? അത് തീരുമാനിച്ചിട്ടില്ലല്ലോ. എന്താ ജീവനിത്? നാട്ടുകാർക്ക് വിവരം പറഞ്ഞു കൊടുക്കേണ്ട നിങ്ങളെ പോലുള്ള യങ്സ്റ്റേഴ്സ് തന്നെ ഇങ്ങനെ തുടങ്ങിയാൽ ഇറ്റ്സ് വെരി ബാഡ്. കമ്പനിക്കെതിരെ ജാഥ നടത്തുന്നൊന്നും കേട്ടു. ഞാൻ അറിഞ്ഞില്ല. ജീവനൊന്നും അറിയുന്നില്ല. വെരി ട്രൂ, വെരി ട്രൂ. ആ പെൺകുട്ടിക്ക് എന്തിന്റെ അസുഖ? ആ വരത്തനല്ലേ കൂട്ടു. വീടും കുടുംബമായിട്ട് അയാൾക്ക് ഇവിടെ തന്നെ കൂടാനാവും ഭാവം. അല്ല, ഞാൻ കേട്ടതാണേ, കാണുന്നുണ്ട്. അല്ല, അയാൾക്ക് ജീവന്റെ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ? വസ്തുതകളൊന്ന് വ്യക്തമായി വിസ്തരിച്ചു കൊടുക്കും സാർ. ഓക്കെ ഓക്കെ ഓക്കെ, ലെറ്റ് മീ ട്രൈ. ബൈ ദ വേ, ജീവന്റെ കയ്യിൽ നിന്നും ചുളുവിന് സ്ഥലം വാങ്ങി നിതിൻ കൂടുതൽ വിലയ്ക്ക് ഞങ്ങൾക്ക് വിറ്റാലോ? അവൻ അങ്ങനെ ചെയ്യില്ല. മണ്ണും പെണ്ണും കാലിനടിയിൽ നിന്ന് പോയി കഴിഞ്ഞാ പിന്നെ ജീവൻ നേർവഴിക്ക് ചിന്തിക്കുന്നു. ചങ്ങാതി വളഞ്ഞ വഴി. പൊയ്ക്കോളൂ പൊയ്ക്കോളൂ, എല്ലാം പൊക്കോണ്ടിരിക്കല്ലേ. മണ്ണും പെണ്ണും. बेचारे को कितना पैसा मिलेगा? मुझे लगता है साला सुधरने वाला नहीं है. വായടച്ചു പിടിക്കണം. കുറച്ചുകൂടെ മുകളിലേക്ക്, കുറച്ചുകൂടെ. ആ, നീ എന്താ ജീവ കിടക്കണത്? ഒന്നുമില്ല മുത്തശ്ശി. അയ്യാൻ്റെ ഈ മുത്തശ്ശിക്ക്. ഞാൻ നിന്നെ ഇന്നും ഇന്നലെ അല്ലല്ലോ കാണാൻ തുടങ്ങിയത്. എന്താ മുത്തശ്ശി ഇത്? ആയിക്കോട്ടെ. എന്റെ കുട്ടി, നിനക്ക് അവിടെ താല്പര്യമുള്ള പെൺകുട്ടികൾ വല്ലവരും ഉണ്ടോ? ഇല്ല മുത്തശ്ശി. സത്യാണല്ലോ. എങ്കില് നീ ഒരു സത്യം കൂടി പറയണം. എന്ത് സത്യം? നിനക്ക് വനിത ഇഷ്ടായോ? അതിപ്പോ ഞാനെന്താ പറയാ? നിനക്ക് അവളെ ഇഷ്ടായോന്ന്? അങ്ങനെയൊന്നുമില്ല. എടാ, ആ കുട്ടിയേക്ക് അസലായിട്ട് അറിയാം.
വെറുതെ ആളുകൾ ഓരോന്ന് പറയണൊന്നും നീ കണക്കാക്കണ്ടെന്നേ. മുത്തശ്ശി ആള് കൊള്ളാലോ. ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ടല്ലേ മുത്തശ്ശി ആയത്. ആ കുട്ടി നിനക്ക് നന്നായി ചേരും. ആണോ? ആനേ. മുത്തശ്ശി. മോനെ മൊത്തം ചെളിയായല്ലോ, നോക്കിയേ. എന്താ അപ്പു ഇത്? ബേബേ കുടിച്ചിട്ട് വാ. അതെ മാഷേ, ഞാൻ ആലോചിക്കുകയായിരുന്നു, കുറച്ച് സ്ഥലം വാങ്ങി ഇവിടെ എങ്ങ് കൂടിയാലോ എന്ന്. എന്ത് പറയുന്നു? ഇവിടെ സ്ഥലം വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ആദ്യമായിട്ട് എങ്ങനെ തോന്നണേ? വെറുതെ ഫോർ ദ ഹെക്ക് ഓഫ് ഇറ്റ്. ഈ വീട് ഇഷ്ടമായോ? എന്താ മാഷ് വിൽക്കാൻ പോവാ? പിന്നല്ലാതെ എനിക്കെന്തിനാ സ്ഥലമൊക്കെ? എന്റെ കാലം കഴിഞ്ഞാൽ അപ്പൂനെ താൻ നോക്കിയാൽ മതി. മാഷ് എന്താ ഒറ്റയ്ക്കായി പോയേ? ഒരു കമ്പനി വേണം തോന്നിയിട്ടില്ലേ? അങ്ങനെ തോന്നിയ ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. യു മീൻ ലവ്? പ്രേമം? പിന്നെ പ്രേമിക്കാത്തവരാരാടോ ഉള്ളത്? അതൊക്കെ പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. എന്തായാലും അതൊന്നും നടക്കാഞ്ഞ് നന്നായി എന്ന് ഇപ്പൊ തോന്നുക. വൈ? അതെന്താ മാഷ് അങ്ങനെ പറയണേ? മാഷേ, ടെൽ മീ, ഐ ആം ക്യൂരിയസ്. അവൾക്കൊരു ഗൾഫുകാരനെ കിട്ടി. അവൾക്ക് അതൊക്കെയായിരുന്നു വലുത്. കല്യാണ തലേന്ന് അമ്മാവൻ വന്ന് പറഞ്ഞു, നീ കല്യാണത്തിന് വരണം, ഇല്ലെങ്കിൽ നാട്ടുകാർ തെറ്റിദ്ധരിക്കുന്നു. ഞാൻ പോയി. കല്യാണം കഴിഞ്ഞ് അമ്മാവൻ എന്നെ സമാധാനിപ്പിക്കാൻ വിളിച്ചോണ്ട് പോയി. പോയത് നേരെ കള്ള് ഷാപ്പിലേക്കാ. ആദ്യമായിട്ടാണ് ഞാൻ മദ്യം കഴിക്കുന്നത്. അന്ന് കുടിച്ച കള്ളിൻ്റെ കയ്പ്, അത്രയ്ക്കും കയ്പ് ഒരിക്കലും ഞാൻ അനുഭവിച്ചിട്ടില്ല. നാളെ തന്നെ ഈ വീട് തൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ പോവാ. എന്തായി കുട്ടി, നിങ്ങളുടെ ജാതി മീറ്റിംഗ് ഒക്കെ നടക്കണ്ട്. ജീവന്റെ ചങ്ങാതിക്ക് എപ്പോഴും ഉള്ള കാര്യേ പറയാവുള്ളൂ. നല്ല രസാ കുട്ടികളുടെ പ്രകൃത. ആൾക്ക് എല്ലാം ഒരു തമാശയാ. ആളുകളൊന്നും അങ്ങനെ തമാശയായി കാണൊന്നുമില്ല. ശ്രദ്ധിച്ചോളൂ. എനിക്കറിയാം, നിതിന് അത്രക്കാരനല്ല. എന്ന് വെച്ചാ മുത്തശ്ശി ഉദ്ദേശിക്കണ മാതിരി ഒന്നുമില്ല. വെറും കളി തമാശ, അതിലപ്പുറം ഒന്നുമില്ല. അപ്പൊ ജീവനോ? നല്ല പെരുമാറ്റ, ഡീസന്റ്. അല്ല, അവനും അതെന്നെ പറഞ്ഞ. എന്ത് നല്ല പെരുമാറ്റാന്ന്? ആരുടെ? ഒക്കെ വഴിയെ മനസ്സിലാവും. വയകണ്ട, കുട്ടി അങ്ങോട്ട് ചെല്ലു, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. സൂക്ഷിച്ചു പോണോട്ടോ. ശരി മുത്തശ്ശി. ഗുരുവായൂരപ്പാ സ്വാമി രക്ഷിക്കണേ. അത് കൊള്ളാം. നീ ഉറങ്ങ. മുത്തശ്ശി എന്താ വയ്യേ? ഞാൻ വൈകിട്ടൊന്നുമില്ലല്ലോ. എനിക്ക് തോന്നിയതാവും. നിനക്ക് എന്തേ തോന്നിയേ? ഒന്നുമില്ല മുത്തശ്ശി. ഒക്കെ നല്ലത് വരുത്തിക്കണേ. ഞാനേ അവളെ കണ്ടു. അമ്പട, നിനക്കറിയില്ലേ കളാ? നിന്റെ നല്ല പെരുമാറ്റാന്നാ അവള് പറഞ്ഞത്. ഡീസന്റ് അത്രേ. ജൂനിയർ സൂപ്പർ സ്റ്റാർ എങ്ങോട്ടാ? എന്താ വിശേഷം? ഇന്ന് വനിതേച്ചിയുടെ പിറന്നാളാ. ഓഹോ, വാ കേറ്, നമുക്ക് ഒന്നിച്ചു പോവാം. കേറടേ. അങ്ങനെ എത്തിപ്പോയി നിന്റെ വനിതേച്ചിയുടെ വീട്. മതിയടേ, മതി മതി. ആരൊക്കെ കൂട്ടുകാരിൽ എവിടുന്ന് കിട്ടി അപ്പൂസേ? വാ വാ, വാ. എന്താ അത്ര വൈകിയേ? ഇറങ്ങണില്ലേ? ഞാൻ അപ്പൂന്റെ ഡ്രൈവറാ. ഡ്രൈവർ സദ്യ ഉണ്ടില്ലല്ലോ. ഓഹോ, അങ്ങനെ വലിയ സദ്യ ഒന്നും ഇല്ല. വരൂന്നേ, വാടാ. ഓക്കെ, എന്തായാലും ഇന്നത്തെ കാര്യം കുശാൽ.
എന്താ 60-ാം പിറന്നാളാ? 2-3 കൂട്ടം പായസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? വേണ്ട. അച്ഛാ, ഇതാണ് നിതിൻ, ജീവന്റെ ഫ്രണ്ടാ. എന്റെ ഫ്രണ്ടാ. ചുമ്മാ ഇവൾ എപ്പോഴും പറയും തന്നെ പറ്റി ഇരിക്ക. താങ്ക്സ്. ചേട്ടാ ദാ. അയ്യോ, ഇങ്ങനെയല്ല, തിരിച്ച്. ഇതാ ഇങ്ങനെ. അമ്മേ, എവിടെയാ ജോലി എന്ന് പറഞ്ഞേ? ബാംഗ്ലൂർ, ജീവന്റെ കൂടെ. നിങ്ങൾ ഒരുമിച്ചാ? ദാ വരുന്നു. അതെ അതെ. വേറൊരാളും കൂടി ഉണ്ട്. ജീവന്റെ കൂടെ വർക്ക് ചെയ്യുന്നേ? അതെ അതെ. പേര് നിതിൻ. ദാ പായസം. Cheers for your പിറന്നാൾ. ഓ, താങ്ക് യു. പായസം എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, വാഹ്, ക്യാ ഖീർ ബനായാ യാർ. സദ്യന്നൊന്നും പറയാൻ പറ്റില്ല. ദാ ഇവളുടെ വക ഓരോരോ പരീക്ഷണങ്ങള്. നാളെ വേറൊരു സ്ഥലത്ത് ചെന്ന് കയറാനുള്ളതല്ലേ, കൂട്ടാനൊന്നും ശരിയായിട്ടുണ്ടാവില്ല. ഏയ്, ആളെ കണ്ടറിയില്ലേ? കുക്കിംഗ് തന്നെ ബെസ്റ്റ് പണിയൊന്നു. എന്ത് ചൂടാടാ. ഓ, ഞാൻ മാസ്റ്റർ അടുത്ത് പോയിരുന്നു. എന്നിട്ട് നീ അവിടെ വരാന്നല്ലേ പറഞ്ഞത്? ഈ സദ്യ ഉണ്ടാലേ വല്ലാതെ ഉഷ്ണിക്കും അല്ലേ? സദ്യ? ആ സദ്യ. സദ്യ എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തര സദ്യ. മേക്ക് എ ഗസ്, എവിടെ നിന്നായിരിക്കും സദ്യ ഉണ്ടത്? നിർത്ത്, ഇത് കുറെ ആയി. നീ വീടും പറമ്പും വാങ്ങി. വാങ്ങിയത് നിനക്കറിയാം, പിന്നെ എന്തിനാ? ഏ, വാട്ട് ഹാപ്പൻ? ക്യാ ഹുവാ? അപ്പോ നിനക്ക് ഇങ്ങനെ ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉദ്ദേശങ്ങളോ? വെറുതെയാണ് നാട്ടിലേക്ക് വന്നതെന്ന് പറഞ്ഞു. എനിക്ക് പറ്റിയ പെണ്ണിനെ കണ്ടുപിടിക്കാനാന്ന് പറഞ്ഞു. നമ്മൾ ഒരുമിച്ചുള്ള ഒടുവിലത്തെ യാത്രയായിരിക്കും എന്ന് വരെ പറഞ്ഞു, അല്ലേ? എടാ, നിനക്ക് എന്ത് പറ്റി? നീ എന്തിനാ എന്നെ സംശയിക്കുന്നേ? പലരും പലതും പറഞ്ഞു, എന്റെ അച്ഛനും അമ്മയും അടക്കം. അപ്പോഴൊന്നും ഞാൻ വിശ്വസിച്ചില്ല. സ്റ്റോപ്പ് ഇറ്റ്. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. നീ അവിടുന്ന് സദ്യ ഉണ്ടത് അല്ലേ? അതെ, അവളുടെ പിറന്നാളായിരുന്നു. വിളിച്ചു, ഞാൻ പോയി. അതിനെന്താ ഇത്ര കുഴപ്പം? നിനക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പം എപ്പോഴും എനിക്കാണല്ലോ. എടാ, ഞാനതിന് ജസ്റ്റ് ലീവ് മീ അലോൺ ഐ സേ. ശരി, ഓക്കെ, ഞാൻ നിന്നെ ഇവിടെ നിർബന്ധിച്ചു കൊണ്ടുവന്നു. ഇങ്ങനെയൊക്കെ ആയി. എങ്ങനെയൊക്കെ? സത്യം പറ, നീ എന്നെ ശരിക്കും സംശയിക്കുന്നില്ലേ? ഓൾ റൈറ്റ്, ഞാൻ പോയേക്കാം ഇപ്പൊ തന്നെ. ഓൾ റൈറ്റ്, ലെറ്റ് മീ ഗോ മൈ വേ. ഏയ്, എവിടേക്കാ? എനിക്ക് മാജിക് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് പറ്റിക്കാ? സോറി, മൈ മാജിക് ഈസ് ഓവർ. ടേക്ക് കെയർ. നിങ്ങൾ 6 പേരും അവിടെ തന്നെ ഉണ്ടാവണം. ശല്യക്കാരെ ഇവർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളും. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഇവര് സ്റ്റേജിലെ സദസ്സിലെ കാര്യങ്ങൾ നോക്കിക്കോളും. ഒന്നിനും ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. കൃത്യസമയത്ത് തന്നെ പരിപാടി തുടങ്ങണം. അല്ല, അതിപ്പോ എന്താ ഏറ്റവും സാറിന്റെ ഗുണ്ടകള്. ഫ്രണ്ട്സ്, മൈ മെൻ. എന്താ അപ്പു, എന്തു പറ്റി? മാഷ്ക്ക് വയ്യ, നെഞ്ചുവേദനയാ. ഞാൻ മണിതേച്ചനെ വിളിക്കാൻ പോവാ. എന്താ പറ്റി മാഷെ? നല്ല സുഖം തോന്നുന്നില്ല. ഒരു നല്ലോണം വേർത്തിട്ടുണ്ടല്ലോ. നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? അധികം സ്ട്രെയിൻ എടുക്കണ്ട, ഞാൻ ഒരു വണ്ടി വിളിച്ചിട്ട് വരാം. പ്രിയപ്പെട്ട നാട്ടുകാർക്കും വിദേശ സഹോദരി സഹോദരന്മാർക്കും നമ്മുടെ ഈ ഗ്രാമീണ കലാമേള ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും ഈ പരിപാടിയുടെ സംഘാടകൻ എന്ന നിലയിൽ എൻ്റെ വിനീതമായ കൂപ്പുകൈ നമസ്കാരമാണോ? എന്നെ നോക്കി വായം പൊളിച്ചത് താനെ കസേര നിരത്തടോ. ഞാൻ ഈ പ്രസംഗം ഒന്ന് പഠിച്ചോട്ടെ. MD പുറപ്പെട്ടിട്ടുണ്ട്. ട്രാഫിക് ബ്ലോക്കിൽ പെട്ടിരിക്കുക, ഉടനെ എത്തും. വേഗം പോയി MD യെ സ്വീകരിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യും. ഇനി ഇവിടെ വാദ്യക്കാരിവിടെ. മുരളി, നല്ലോണം ഊണ് കഴിച്ചല്ലോ അല്ലേ? സമയമൊക്കെ കഴിഞ്ഞോ? ഇപ്പൊ കഴിയും.
വേഗം ആട്ടെ. MD പറഞ്ഞ സമയത്തിന് പരിപാടി തുടങ്ങണം. മുരളി ഇവിടെ ഉണ്ട്. ഇവിടൊക്കെ ഒരു കണ്ണ് വേണം. 2 കണ്ണ് അവിടെ ഉണ്ട്. മദാമെ നോക്കാനല്ല പറഞ്ഞ ഭാഷളൻ. ഇതുവരെ നിരത്തി കഴിഞ്ഞില്ലേ? രംഗേ കയറുന്ന പോലെ അല്ലല്ലോ ഇത്. കസേരക്കെ മുൻകൂർ കാശ് കൊടുക്കണം. അതൊക്കെ കൊടുക്കാം. MD സാർ വരട്ടെ. അല്ലടോ, ഇവിടെ ആരൊക്കെയാ വരാൻ പോണെ സിനിമക്കാര്? അതൊക്കെ MD സാറിന്റെ ഏർപ്പാടാ. മമ്മൂട്ടിയോ മോഹൻലാലോ ഒക്കെ വരുന്നെന്ന് കേട്ടു. എടോ പിന്നെ കാവ്യമാധവൻ വരില്ലേ? വരും വരും. DP മാധവൻ വരും. അതാവുമ്പോ നല്ല ചേർച്ചയായിരിക്കും. തള്ള ചെല്ലേ പോ, ജോലി മുടിയും കറുപ്പിച്ച് വന്നിരിക്കുക അന്വേഷണത്തിന്. പോ പോ പോ. ആടോ 10-12 നല്ല കസേര ആ മുമ്പിലിട്. കളക്ടർ കുടുംബം വരുന്നെന്നാ MD പറഞ്ഞത്. ആ മൈക്കിന്റെ സൗണ്ടിന്റെ ഏമാന്മാർ എവിടെ പോയി? എന്താ ഭാര്യരെ, കമ്പനിക്കെതിരായിട്ട് ഒപ്പിട്ട് കൊടുത്തവരൊക്കെ ഈ വഴിക്ക്. എന്റെ കേളുജി എന്നെ തെറ്റിദ്ധരിക്കരുത്. അന്നാ മാഷ് പറഞ്ഞ ഒപ്പിട്ട് ഇപ്പൊ ഞങ്ങള് കമ്പനിക്കപ്പാ. എന്താ ഒരു പരിപാടി ആയാലോ? ഇപ്പോഴും MD വരുന്നു. പരിപാടി പിന്നെയാണ്. വാ, സമയം എന്താ നോക്കാം. നമസ്കാരം. എവിടെ? പരിപാടി അവിടെ സ്റ്റേജില്. സ്മോൾ പ്രോബ്ലം. ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് എനിക്ക് അർജന്റ് ആയിട്ട് സിംഗപ്പൂർ വരെ ഒന്ന് പോകാം. സന്തോഷം. എന്താണ്? 6th അവിടേക്ക്. ദാറ്റ്സ് വൈ ശ്രീലങ്ക. അതെ, എന്നാണ്? ടുഡേ, ഇന്ന്. ഇന്നോ? ഇന്ന്. അപ്പൊ ഈ പരിപാടി അത് പറയാനാണ് ഞാൻ അർജന്റ് ആയിട്ട് വന്നത്. നമുക്ക് ഈ പരിപാടി 1 മാസത്തേക്ക് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരും. 1 മാസത്തേക്ക് ഒന്ന് മാറ്റി വെക്കേണ്ടി വരുമെന്ന്. അയ്യോ, അപ്പൊ ഇതൊക്കെ ഏതൊക്കെ? അവന്മാര് മൂക്കുമുട്ട ചാപ്പാട്ടടിച്ച് ചുട്ടിയും കുത്തി തുടങ്ങി. കുടുക്ക വീണ, മ്ലാന്തുണി, മ്ലാവുണി, പൂതപ്പാട്ട്, പുറാട്ട് നാടകം. നമ്മൾ നാട്ടുകാരെ പിരിച്ചിട്ടൊന്നുമില്ലല്ലോ. കലാപരിപാടി നടത്താൻ കമ്പനി തീരുമാനിച്ചു. ഇപ്പൊ മാറ്റി വെക്കാൻ തീരുമാനിച്ചു. ഹലോ, സാറൊന്ന് എന്റെ കൂടെ വരണം. സാറിനെ ഒന്ന് കാണാനാ ഞാൻ വന്നത്. ഓഫീസൊന്നും വേണ്ട, വണ്ടി കയറാം. മിനിസ്റ്റർമാരെയൊക്കെ ഞാൻ കാണിച്ചു തരാടാ. നീ ജീപ്പിലോട്ട് കയറാം. താനും കയറോ ജീപ്പില്. എന്താ മാഷെ പറ്റി? ഇയാളെ മനസ്സിലായോ? സെൻ ഗുവേര. എന്നെ വിളിച്ചോ സാർ? പൂനെയിൽ ചിട്ടി ബിസിനസ്, അഹമ്മദാബാദിൽ മണി ചെയിൻ. ഇവിടെ റിയൽ എസ്റ്റേറ്റ് മാഫിയുമായി ചേർന്ന് വൻ തട്ടിപ്പിന് പദ്ധതിയിട്ടതാ. തക്ക സമയത്ത് കുറുപ്പ് മാഷിന്റെ റെപ്രസെന്റേഷൻ അതോറിറ്റീസിന് കിട്ടി. ഇവൻ ഇത്തരക്കാരനാണെന്ന് എനിക്ക് അറിയില്ല സാറേ. എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതാ. ഭരതമുനിയാണ് സത്യം. എഴുതേറ്റോട്ടെ. ശരി, ഇപ്പൊ പൊയ്ക്കോ. വിളിപ്പിക്കുമ്പോ വരണം. മുങ്ങിയാലുണ്ടല്ലോ. ചവിട്ടി തിരുമിയ ദേഹ ശേഷപത്യത്തില. കേളിജി, നിന്റെ അമ്മായിയപ്പൻ. മോങ്ങാതെ അടങ്ങി നീ കിടക്കടാ. നെറ്റിയിൽ പൊന്നമ്പിളി പൂമ്പൊട്ട് ചാർത്തുന്നു. താഴ്വാരം കുളിർനിലാവിൽ സുഖതമാമൊരു കനവ് കാണുന്നു.
പൊന്നം വിളി പൂമ്പൊട്ട് ചാത്തുന്നു. സുഗന്ധം പടരുമെന്നുടെ തരള ഹൃദയത്തിൽ നീലരാവിൻ നെറ്റിയിൽ പൊന്നം വിളി പൂമ്പൊട്ട് ചാർത്തുന്നു. താഴ്വാരം കുളിർ നിലാവിൽ സുഖദമാമൊരു കനവ് കാണുന്നു. നിതിനുമായി പിണക്കത്തിലാണല്ലേ? പിണങ്ങിന്നവൻ പറഞ്ഞോ? എന്തിനാ പറയണേ? രണ്ടാളുടെയും പെരുമാറ്റം കണ്ട അറിയില്ലേ? ഒന്ന് മനസ്സിലാക്കൂ പ്ലീസ്. ജീവൻ, നിതിൻ ജീവന് വേണ്ടി അല്ലാണ്ട് ഒന്നും ചെയ്തിട്ടില്ല. ജീവൻ അറിയോ, ഞങ്ങൾ തമ്മിലുള്ള സംസാരത്തിനിടയിൽ പലപ്പോഴും നിതിന് പറയാനുള്ളത് ജീവനെ കുറിച്ച് മാത്രമായിരുന്നു. എന്നിട്ടും ഇങ്ങനെ. എനിക്കറിയാം, ആരും അവൻ ഇഷ്ടപ്പെട്ടു പോകും. ഒന്നാലോചിച്ചാ ആർക്കും നിതിനെ വെറുക്കാൻ കഴിയില്ല. മാഷ്ക്കും ഒരുപാട് ഇഷ്ടായിരുന്നു. നിതിൻ, സോറിടാ. എന്തിന്? ഞാനെപ്പോഴും ഇങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടും. നിനക്കറിയാലോ എന്നെ. ഐ എം റിയലി സോറി. നോക്ക്, ഈ വീട് മാഷ് എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തന്നതാ. ഞാനത് നിന്റെ പേരിലേക്കാക്കി. ഇനി ഇത് നിന്റെ. എനിക്ക് മാഷ് തന്ന ഓർമ്മകൾ തന്നെ ധാരാളാ. കവിന്റെ പേരും പറഞ്ഞ് തട്ടിപ്പെടുത്താന്ന് വിചാരിച്ചല്ലേ, പക്ഷെ ജനങ്ങളത് മുളയിലേ നുള്ളി ഒരു നാണപ്പങ്കുവേരം. എന്തായിരുന്നു മുള വിളിക്കല്? തേനും പാലും ഒഴുക്കുന്നായിരുന്നല്ലോ വീമ്പ്. ഇപ്പൊ തലയിലും മുന്നിട്ട് പോറായില്ലേ? ഞാൻ അന്നേ പറഞ്ഞതാ ഇത് പണ്ട് നാട് വിട്ടുപോയ വടക്കേപ്പറമ്പിലെ നാണപ്പനാണെന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? നാല് നമ്മുടെ നാടൻ കലാകാലന്മാരെ കാര്യേ ഇച്ചിരി കഷ്ടാണേ. പോലീസ് ശരിക്കും പെരുമാറിയില്ല. തനിക്ക് ഇത് തന്നെ വേണോടോ എരപ്പേ. നിതിന്റെ അച്ഛന് സുഖമില്ല. ഇന്നലെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. എന്തേ പറ്റിയത്? ഇപ്പൊ വലിയ കുഴപ്പമില്ലെന്നാ പറയണേ. ഏയ്, ഒക്കെ ശരിയാവും എന്നല്ലേ നമ്മൾ വിചാരിക്കണ്ടേ. എന്തായാലും പോയി നോക്കട്ടെ. ഇനി ഇങ്ങോട്ടൊക്കെ വരാലോ. ആർക്കറിയാം, വരണം. പോയവര് പോയി നോക്കിയ അത്ര തന്നെ. പോയവര് പോയിന്ന് വയ്ക്കാം, പക്ഷേ വരാതെ പറ്റില്ലല്ലോ. അതെന്താ? എന്റെ കല്യാണത്തിന് വരണ്ടേ? കല്യാണോ? അതെപ്പോഴാ? കൃത്യസമയം ഇവിടെ ചോദിക്കണം. അബേ സാലേ ചുപാ റുസ്തം എപ്പോഴും ഞാനും ഒന്ന് ജയിക്കട്ടാ. വണ്ടർഫുൾ. നീ ഇപ്പോഴാ ശരിക്കും ജീവനായത്. ജീവൻ വിത്ത് വനിത. അപ്പൊ ഇനി കല്യാണത്തിന് കാണാം. ശരിടാ, പോട്ടടാ. ഓക്കെ മിസ്റ്റർ അപ്പൂസ്, വണ്ടിയിലേക്ക് കയറ്. വെറുതെ സ്വർഗത്തിലെ കട്ടുമ്പോ ആവണ്ട നീ. കമാൺ, നമുക്കൊന്ന് അടിച്ചു പൊളിച്ച് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വരാം. വാടോ. ആ, കൂട്ടിലെ കിളികളെയൊക്കെ തുറന്നു വിടണ്ടേ?
പോയിട്ട് വാ. അപ്പം ബൈ. ഓക്കെ ബൈ. വഴിയോരത്തൊരു ചെറുചിരി നറുവുച്ചിരി തൻ പൂത്തിരി വഴിയോരത്തൊരു ചെറുചിരി നറുവുച്ചിരി തൻ പൂത്തിരി തെളിവയിൽ മുത്തും നിലകളിൽ കളിയാടുന്നൊരു കളിച്ചിരി